പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജയകുമാർ വെട്ടിക്കോല, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ ടി നടരാജൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീ കെ ആർ രഞ്ജിത്ത്, ശ്രീ എം എ സുരേന്ദ്രൻ, ശ്രീ എൽദോസ്, ശ്രീമതി ഗ്രേസി ഷാജു, ശ്രീ സജീവ് മലയിങ്കേഴ്, ശ്രീ അനിൽ, ശ്രീ അജി പൂക്കട, ശ്രീ അനീഷ് ബിജു, സ്വാഗതം ആശംസിച്ച ശ്രീ അഖിൽ, ശ്രീ കെ പി സുകുമാരൻ, ശ്രീ കെ ആർ നാരായണൻ, ശ്രീ ഉണ്ണികൃഷ്ണൻ എം പി, മറ്റ് വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം വയ്ക്കുന്നതിന്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗകൻ ശ്രീ അഖിലും അധ്യക്ഷൻ ശ്രീ റജിയും ചില കാര്യങ്ങളിവിടെ സൂചിപ്പിച്ചു. ഇതൊരു ഹർത്താൽ മുക്ത ഗ്രാമമാണ്. പിണ്ടിമനക്കാർക്കൊരബദ്ധം പറ്റി. ഇതൊരു ഹർത്താൽ മുക്ത ഗ്രാമമാക്കണമെങ്കിൽ അതിനു മുമ്പ് ഇതൊരു CPM മുക്ത ഗ്രാമം ആക്കേണ്ടിയിരുന്നു. CPM ഉള്ളിടത്ത് ഹർത്താലുണ്ടാകും, CPM ഉള്ളിടത്ത് അക്രമമുണ്ടാകും, CPM ഉള്ളിടത്ത് ബലാത്സംഗമുണ്ടാകും, CPM ഉള്ളിടത്ത് സ്വർണ്ണക്കടത്തുണ്ടാകും, CPM ഉള്ളിടത്ത് മദ്യപാനമുണ്ടാകും, CPM ഉള്ളിടത്ത് മയക്കുമരുന്നുണ്ടാകും. CPMന്റെ നേതാക്കന്മാരും കുടുംബവും ഒക്കെ അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്ത് ജീവിച്ചു പോകുന്നവരാണെന്ന് കേരളത്തിൽ അറിയാത്തവരായിട്ട് ആരുമില്ല. അതുകൊണ്ട് പിണ്ടിമരയെ ഒരു ഹർത്താൽ മുക്ത ബന്ധുമുക്ത ഗ്രാമമാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ പിണ്ടിമരയിൽ നിന്ന് CPMനെ സമ്പൂർണമായിട്ടും അന്ത്യകൂദാശ ചെയ്യേണ്ടതാണ്. ആ അന്ത്യകൂദാശ CPMന് അന്ത്യകൂദാശ ചെയ്തിട്ടില്ല എന്നതുകൊണ്ടാണ് കഴിഞ്ഞ പൊതുപണിമുടക്ക് ദിവസം ഈ കേരളത്തിൽ മുഴുവൻ തന്നെ ശ്രദ്ധിക്കപ്പെട്ട CPMന്റെ ഗുണ്ടായിസത്തിന്റെ വേദിയായിട്ട് ഈ പിണ്ടിമന മാറിയത്. അതുകൊണ്ടാണ് അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് പിണ്ടിമനയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് എന്നറിയുന്നതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമത്തിനെ ചെറുത്തു തോൽപ്പിക്കാൻ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള ഗുണ്ടായിസത്തെ ചെറുത്തു തോൽപ്പിക്കാൻ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തലത്തിലുള്ള ഇത്തരത്തിലുള്ള ആഭാസത്തരത്തെ ചെറുക്കാൻ, മാർക്സിസ്റ്റ് പാർട്ടിയെ ഒരു ആദർശം എന്ന നിലയിൽ നശിപ്പിക്കാൻ ഈ രാജ്യത്ത് ഒരു പ്രസ്ഥാനത്തിനെ സാധിച്ചിട്ടുള്ളൂ. ആ പ്രസ്ഥാനത്തിന്റെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നല്ലാതെ മറ്റൊന്നല്ല. 35 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരമുണ്ടായിരുന്ന പശ്ചിമ ബംഗാളിൽ ആ 35 വർഷവും നമ്മുടെ കോൺഗ്രസുകാരായിരുന്നു പ്രതിപക്ഷത്തിരുന്നത്. അങ്ങനെ 35 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണപക്ഷത്തും 35 വർഷം കോൺഗ്രസുകാർ പ്രതിപക്ഷത്തും ഇരുന്ന ഒരു സംവിധാനമായിരുന്നു പശ്ചിമ ബംഗാൾ. ആ പശ്ചിമ ബംഗാൾ ദുരന്ത കയത്തിലായിരുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ച പശ്ചിമ ബംഗാളിൽ ഇന്നും പോയാൽ മനുഷ്യൻ റിക്ഷ വലിച്ചു കൊണ്ടുപോകുന്ന ദുരന്ത ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 35 വർഷം ഭരിച്ച പശ്ചിമ ബംഗാളിൽ പോയാൽ ഇതുപോലെയുള്ള സായം സന്ധ്യാ നേരത്ത് ആ പശ്ചിമ ബംഗാളിന്റെ കൽക്കട്ടയുടെ കോടതിയിലേക്ക് പോകുന്ന തെരുവോരങ്ങളിൽ പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരും ജീവിക്കാനായിട്ട് സ്വന്തം ശരീരവുമായിട്ട് ഒരുങ്ങിച്ചമഞ്ഞു നിൽക്കുന്ന ദുരന്ത ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. കൽക്കട്ട തെരുവോരങ്ങളിൽ മനുഷ്യനെ റിക്ഷയിൽ വലിക്കുന്ന ദുരന്തവും, അമ്മമാരും സഹോദരിമാരും സ്വന്തം ശരീരം വിറ്റ് ജീവിക്കേണ്ട ഗതികേടും സംഭാവന ചെയ്ത 35 വർഷത്തെ പശ്ചിമ ബംഗാളിന്റെ ദുരന്ത ചിത്രത്തിന് അവസാനം കുറിക്കാൻ
35 വർഷം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിന് സാധിച്ചില്ല. ഏകദേശം 4-4.5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് 35 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അവസാനം കുറിക്കുകയും കേവലം 3 സീറ്റുണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടി 77 സീറ്റ് നേടി ബംഗാളിന്റെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രതിപക്ഷ പാർട്ടിയായിട്ട് മാറിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ, നശിപ്പിക്കാൻ, പ്രതിരോധിക്കാൻ, അതിനെ ആദർശപരമായും സംഘടനാതലത്തിലും പിടിച്ചു നിർത്താൻ ഇന്ത്യ മഹാരാജ്യത്ത് സാധിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. 25 വർഷം കാലം ത്രിപുരയുടെ മണ്ണിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്നു. 62% വരുന്ന വനവാസി ആദിവാസി ജനസമൂഹമുള്ള, പിന്നാക്ക പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹമുള്ള ആ പാവങ്ങളുടെ പുടലിക്ക് കമ്മ്യൂണിസ്റ്റ് പീറ ചെങ്കൊടി കുത്തിക്കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേറ്റ് നിങ്ങൾക്ക് സ്വർഗരാജ്യമുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ 1940കളിൽ ഈ കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറഞ്ഞു, പാടത്ത് പണിയെടുക്കുന്ന കോരനെ കൊണ്ടും നാണിയെ കൊണ്ടും പാടിപ്പിച്ചു, നിങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടേതാകുന്നതിനു വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മളുടേതാക്കുന്നതിനു വേണ്ടി ഈ ചെങ്കൊടി പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ പാവപ്പെട്ട കോരനെ കൊണ്ടും നാണിയെ കൊണ്ടും ചെങ്കൊടി പിടിപ്പിച്ച് നമ്പൂതിരിപ്പാടിനെ മുഖ്യമന്ത്രിയാക്കി. ആ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായ ദുരന്ത ദിനത്തിന്റെ 65ാം ദിനത്തിലാണ് ഇന്ന് ഈ പിണ്ടിമനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഇത്രയും വലിയ ഒരു ജനകീയ മുന്നേറ്റം നടക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അങ്ങനെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന വ്യക്തി ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായതാണ്. ഈ കേരളം ഇന്നും വ്യവസായ രംഗത്ത് തകർന്ന് തരിപ്പണമായി. കേരളം ഇന്ന് കാർഷിക രംഗത്ത് തകർന്ന് തരിപ്പണമായി. കേരളം ഇന്ന് സാമൂഹ്യമായും സാംസ്കാരികപരമായും അധപ്പതിച്ച് രാഷ്ട്രം മുഴുവൻ തന്നെ ഒരു പുതിയ ദിശയിലേക്ക് ഉയർന്നു കുതിച്ചു പോകുമ്പോൾ കേരളം അധപ്പതനത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് എന്നേക്കുമായിട്ട് നിബന്ധിച്ചു കിടക്കുന്ന ദുരന്ത ചിത്രം നമുക്ക് നൽകിയത് 1957 EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതോടുകൂടിയാണ്. ഈ ലോകത്ത് മുഴുവൻ വലിച്ചെറിഞ്ഞ പീറ ചരക്കായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ചരക്ക് ഈ കേരളത്തിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ഭരണത്തിലുണ്ടായിരുന്നതിന്റെ ആ ദുരിതമാണ് ഈ കേരളം ചുമന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അധികാരത്തിൽ വന്നതിന്റെ 65ാം വർഷമാണ്. ഈ 65ാം വർഷത്തിൽ പിണ്ടിമനയിലെ ജനത, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പിണ്ടിമനയിൽ നടപ്പാക്കിയ ഈ കലാപകലുഷിതമായ അന്തരീക്ഷത്തിനെതിരായിട്ടുള്ള ഒരു വലിയ അടരാട്ടത്തിന്റെ ചരിത്രം കൂടി കുറിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാൻ കഴിയുന്ന ആദർശം ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദർശമാണ്. 25 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ത്രിപുരയുടെ മണ്ണിൽ നിന്ന് കമ്മ്യൂണിസത്തെ മുച്ചൂടും മുടിച്ച് അവിടെ ഞങ്ങളുടെ യുവ നേതാവിനെ അവിടുത്തെ മുഖ്യമന്ത്രിയാക്കി മാറ്റിയ ആ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ബംഗാളിൽ കമ്മ്യൂണിസത്തെ തകർക്കാൻ BJPക്ക് സാധിച്ചു. ത്രിപുരയുടെ മണ്ണിൽ കമ്മ്യൂണിസത്തെ തകർക്കാൻ BJPക്ക് സാധിച്ചു. അതുപോലെ തന്നെയാണ് കേരളത്തിലും ഞങ്ങൾ പറയുന്നു. കേരളത്തിലും കമ്മ്യൂണിസത്തെ തകർക്കാൻ സാധിക്കുന്ന പാർട്ടി നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഈ കേരളത്തിലും ബംഗാളിന്റേതായിട്ടുള്ള ത്രിപുരയുടേതായിട്ടുള്ള ചരിത്രത്തിന്റെ പുനരാവർത്തിക്ക് സമയം സമാഗതമായിരിക്കുന്നു. കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടർ ഭരണം നമ്മൾ കാണുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ തുടർ പ്രതിപക്ഷ സ്ഥാനവും നമ്മൾ കാണുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എവിടെയൊക്കെയാണോ തുടർ ഭരണം കിട്ടിയിട്ടുള്ളത് അവിടെയൊക്കെ കമ്മ്യൂണിസം തകർന്നിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി എവിടെയൊക്കെയാണോ തുടർച്ചയായി പ്രതിപക്ഷത്തിരുന്നത് അവിടെ ഒന്നും കോൺഗ്രസ് പിന്നെ രക്ഷപ്പെട്ടിട്ടില്ല. അതാണ് ഇന്ത്യയുടെ ചരിത്രം. ആ ചരിത്രത്തിന്റെ പുനരാവർത്തിക്ക് ഇതാ കേരളവും സമയമായിരിക്കുന്നു, കേരളത്തിലും സമയമായിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിന്റെ തുടർച്ചയോടുകൂടി അന്ത്യം കുറിക്കപ്പെടാൻ പോകുന്ന പാർട്ടിയാണ്. ഇന്ത്യയിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണ് പിണറായി പാറയിൽ നിന്നുള്ള വിജയന്റെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ നടക്കുന്നത് എന്ന് ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെടാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് സമ്പൂർണമായിട്ടും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ്
ഇന്ന് വന്ന് അവശേഷിക്കുന്ന പ്രദേശവും ഈ കേരളമാണ്. ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് വന്ന് അവശേഷിക്കുന്ന സ്ഥലം കേരളമാണ്. ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട ഇതുപോലെയുള്ള ചപ്പു ചവറുകളും എന്ന പോലെ കോൺഗ്രസും വന്ന് അവശേഷിച്ചിരിക്കുന്നത് ഈ കേരളത്തിലാണ്. ഈ കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് തൂത്തു ദൂരേക്ക് മാറ്റി മൂലയ്ക്ക് കൂട്ടിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസ് പാർട്ടിയെയും അറബിക്കടലിലേക്ക് ചവിട്ടി താഴ്ത്തുക എന്ന മഹത്തായിട്ടുള്ള ദൗത്യത്തിന്റെ വാഹകരാണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ പ്രവർത്തകർ. ആ മുന്നേറ്റത്തിന് ശക്തി പകരാൻ പിണ്ടിമനയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹപ്രവർത്തകർക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ ചരിത്രത്തിന്റെ വ്യാഖ്യാനങ്ങളിലൂടെ നോക്കുമ്പോഴും രാഷ്ട്രീയ യുക്തി ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോഴും കോൺഗ്രസിനെ മാത്രമല്ല കമ്മ്യൂണിസത്തെയും തകർക്കാൻ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ, അത് ബിജെപിക്കാണ്. ഒരൊറ്റ ആദർശത്തിന് മാത്രമേ സാധിക്കൂ, അത് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ഉയർത്തിയ ഏകാത്മ മാനവ ദർശനത്തിന് മാത്രമാണ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. ആ കരുത്തോടുകൂടി, ആ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഈ പിണ്ടിമനയിൽ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാട്ടിക്കൂട്ടിയ അക്രമ പ്രവർത്തനങ്ങൾ ഈ കേരളത്തെ സമ്പൂർണമായിട്ടും ലജ്ജിപ്പിച്ചിരിക്കുകയാണ്. എന്റെ കമ്മ്യൂണിസ്റ്റുകാരാ, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഒരു പാവപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയുടെ മൂക്കടിച്ചു പൊട്ടിച്ചത്? മൂക്കടിച്ചു പൊട്ടിക്കുക മാത്രമല്ലല്ലോ, പച്ചയായ നുണയല്ലേ പ്രസംഗിച്ചത്? ആ പച്ചയായിട്ടുള്ള നുണ എന്തിനാ നിങ്ങൾ പറഞ്ഞ? ആരെയാണ് നിങ്ങൾ കബളിപ്പിക്കുന്നത്? ഈ പിണ്ടിമനയിലെ ജനതയെ മുഴുവൻ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാ കബളിപ്പിക്കാൻ സാധിക്കുക? ആ നേതാവിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കേൾക്കാനിടയായി. ആ പ്രസംഗത്തിൽ പറയുന്നു, പിണറായി വിജയന്റെ പോലീസ് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇതിനകത്ത് മദ്യപാനം നടക്കുന്നതെന്ന്. എടോക്ക സഖാവേ, നിന്റെ പോലീസ് അതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മദ്യപാനം നടന്നാൽ നീയൊക്കെ ചെയ്യേണ്ടതെന്താ? നിന്റെ പിണറായി വിജയന്റെ വീട്ടിന്റെ മുമ്പിൽ പോയിട്ട് അയാൾക്കെതിരെയല്ലേ മുദ്രാവാക്യം വിളിക്കേണ്ടത്? ഇത്രയും കഴിവുകെട്ട ഒരു പോലീസുകാരനെ നിർത്തിയിരിക്കുന്നതിന് പിണറായി വിജയനെയല്ലേ ആ സഖാവ് ഇന്നലെ ഇവിടെ ഇരുന്ന് തെറി വിളിച്ചത്? കാരണം പിണറായി വിജയന്റെ പോലീസ് നോക്കി നിൽക്കെ പിണറായി വിജയന്റെ പാർട്ടിക്കാരൻ നടത്തുന്ന സമരസ്ഥലത്ത് ആൾക്കാർ മദ്യപിക്കുന്നു എന്ന് പറയാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരന് ഒരു നാണവും മാനവും ഇല്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. നീയൊക്കെ ആർക്കു വേണ്ടിയായി സമരം നടത്തിയത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും CIT-യും AITUC-യും INTUC-യും 28-ാം തീയതി രാജ്യത്ത് മുഴുവൻ ആഗോള സമരം നടത്തി. ഇന്ത്യയിൽ മുഴുവൻ ആഗോള സമരം നടത്തി. ഇന്ത്യയിലെ ആഗോള സമരം തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാ. കമ്മ്യൂണിസ്റ്റുകാരന്റെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മലയാളം സംസാരിക്കുന്ന കുറെ കമ്മ്യൂണിസത്തിൽ വീണുപോയ വിഡ്ഢികളുടെ സ്വർഗം മാത്രമാണ് എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് നടത്തിയ ആഗോള സമരമുണ്ടല്ലോ, ഈ സമരം ആർക്കു വേണ്ടിയാണ് നടത്തിയത്? ഈ പിണ്ടിമനയിലെ പാവപ്പെട്ട കടക്കാരനെ അടപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരാ, നിനക്ക് ലുല്ലു മുതലാളിയുടെ ലുല്ലു മാൾ അടപ്പിക്കാനുള്ള ധൈര്യമുണ്ടോ? ഞങ്ങൾ ചോദിക്കുക. ഇവിടത്തെ ലുല്ലു മുതലാളിയുടെ, എറണാകുളത്തെ ലുല്ലു മുതലാളി കമ്മ്യൂണിസ്റ്റുകാരന്റെ മൂക്കിന് തുമ്പിൽ ആ ലുല്ലു മാൾ തുറന്നു വെച്ചു. തിരുവനന്തപുരത്തെ ലുല്ലു മുതലാളി അവിടെ തുറന്നു വെച്ചു. ലുല്ലു എന്ന് പറയുന്ന ആ മുതലാളിയുടെ സ്ഥാപനം അടപ്പിക്കാനുള്ള നട്ടെല്ലില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ ഇവിടെ ഒരു ദിവസം 50 രൂപയ്ക്കും 100 രൂപയ്ക്കും 150 രൂപയ്ക്കും കച്ചവടം നടത്തി സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടി തെരുവോരങ്ങളിൽ വന്നിരിക്കുന്ന പാവപ്പെട്ടവനെ ആക്രമിക്കുകയും അവന്റെ കടകൾ അടിച്ചുടയ്ക്കുകയും അവന്റെ ഓട്ടോയുടെ കാറ്റ് തുറന്നുവിടുകയുമാണ്. ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ലുല്ലു മുതലാളി യൂസഫ് അലിയുടെ മുമ്പിൽ മുട്ടുപിറക്കുന്ന നാണം കെട്ട കമ്മ്യൂണിസ്റ്റുകാരാ. യൂസഫ് അലിയുടെ വീട്ടിൽ ചെന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന പിണറായി വിജയന്റെ ദാസവൃത്തിയുണ്ടല്ലോ ഈ മുതലാളിമാരുടെ മുമ്പിൽ. യൂസഫ് അലിയെ പോലെയുള്ള ആൾക്കാരുടെ പണം വാങ്ങി മക്കളെ പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്നിവിടത്തെ പാവങ്ങളുടെ പുറത്ത് കുതിര കയറുമ്പോൾ യൂസഫ് അലിമാരുടെ മുമ്പിൽ റെഡ് സല്യൂട്ട് അടിച്ചിരിക്കുക. ഇതാണോ കമ്മ്യൂണിസം? ഈ നാണവും മാനവും കെട്ട കമ്മ്യൂണിസമാണ് ഈ നാട്ടിൽ നശിക്കേണ്ടത്. ഇത്തരത്തിൽ അന്തസ് കെട്ട കമ്മ്യൂണിസത്തിന് അന്ത്യകൂദാശ ചെയ്യാൻ കമ്മ്യൂണിസ്റ്റുകാരാണ് മുന്നോട്ട് വരേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വരണം.
ഇന്നലകളിൽ കമ്മ്യൂണിസത്തിനു വേണ്ടി രക്തസാക്ഷികളായവർ, ഇന്നലകളിൽ കമ്മ്യൂണിസത്തിനു വേണ്ടി അടികൊണ്ടവർ, പീഡനം ഏറ്റുവാങ്ങിയവർ, ജയിൽവാസം അനുഭവിച്ചവർ, ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി പിടിച്ച് സ്വർഗരാജ്യം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി പ്രവർത്തിച്ച സഖാക്കന്മാരെ, നിങ്ങളെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ വഞ്ചിക്കുന്നത്, നിങ്ങളെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ചതിച്ചിരിക്കുന്നത്, നിങ്ങളെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ വിഡ്ഢിയാക്കുന്നത്, നിങ്ങളെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ നശിപ്പിക്കുന്നത്. എല്ലാ നാടുകളിലും കമ്മ്യൂണിസത്തെ തൂത്തെറിയാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇന്നലകളിലെ കമ്മ്യൂണിസ്റ്റുകാരാ. 1917 ബോൾഷെവിക് വിപ്ലവത്തിലൂടെ ലോകത്ത് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പുരുഷായുസ് പോലും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പറ്റാത്ത വിധത്തിൽ മരിച്ചു വീണുവെങ്കിൽ, അത് റഷ്യയിൽ 1980കളിൽ മരിച്ചുവെങ്കിൽ, യൂഗോസ്ലാവിയയിൽ മരിച്ചുവെങ്കിൽ, ഹംഗറിയിൽ മരിച്ചുവെങ്കിൽ, കിഴക്കൻ ജർമ്മനിയിൽ മരിച്ചുവെങ്കിൽ, അതെല്ലാം കൊന്നത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാ. ലെനിന്റെയും സ്റ്റാലിന്റെയും ഏംഗൽസിന്റെയും പ്രതിമകൾ പോലും തട്ടിത്തകർത്തത് കമ്മ്യൂണിസ്റ്റ് ചെങ്കൊടി പിടിച്ച ധീരരായിട്ടുള്ള സഖാക്കന്മാരാ. ഈ ധീരന്മാരായിട്ടുള്ള സഖാക്കന്മാരെ വഞ്ചിച്ചാൽ ആ സഖാക്കന്മാർ തന്നെ പിണറായി വിജയന്റെ ഭരണകൂടത്തിനും പിണറായി വിജയനെ അധികാരത്തിലിരുത്തുന്ന ചെങ്കൊടിക്കും ഈ കേരളത്തിൽ അന്ത്യകൂദാശ ചെയ്യുമെന്ന് ചരിത്രത്തെ സാക്ഷി നിർത്തി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നടത്തിയ സമരം, 28-ാം തീയതി നടത്തിയ സമരം, ആ സമരത്തിൽ കണ്ണൂരിലെ പാർട്ടി സമ്മേളനത്തിന് സമരം ബാധകമായിരുന്നില്ല. കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസില് ആരും പണിമുടക്കിയില്ല. പാർട്ടി കോൺഗ്രസ് നന്നായിട്ട് നടക്കുന്നു, ലുല്ലു മുതലാളിയുടെ മാളും നന്നായിട്ട് നടക്കുന്നു. പാർട്ടി സമ്മേളനത്തിന് ഒരു കുഴപ്പവുമില്ലാത്ത വിധത്തിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾ പണിമുടക്കിയത്? ഇവിടെ FACT 100%, FACTയിൽ 78% അറ്റൻഡൻസ്. അതോടൊപ്പം തന്നെ ഈ എറണാകുളത്തെ പ്രമുഖ സ്ഥാപനങ്ങളിൽ മുഴുവൻ തന്നെ അറ്റൻഡൻസ് പൂർണ്ണമായിട്ടുണ്ട്. ഇവിടെ ആർക്കു വേണ്ടിയായിരുന്നു ഈ സമരം? ആർക്കു വേണ്ടിയായിരുന്നു ഈ സമരം നടത്തിയത്? കുറെ ഉന്നതമായ ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. 2 ലക്ഷവും 1.5 ലക്ഷവും മാസം എണ്ണി ശമ്പളം വാങ്ങുന്ന ഒരു 5000 മുതൽ 15,000 താഴെ വരുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയും, ഈ ഇന്ത്യ മഹാരാജ്യത്ത് 50 കോടി വരുന്ന ജീവനക്കാരിൽ, എംപ്ലോയീസിൽ ഏകദേശം 5 കോടിയിൽ താഴെ മാത്രം വരുന്ന ആൾക്കാർക്ക് വേണ്ടി നടത്തിയ സമരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരം. ആ സമരത്തിൽ കേരളത്തിലുള്ളവർ മാത്രമേ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ. ആരൊക്കെയാ സമരത്തിൽ പങ്കെടുത്തത്? KSEBയിലെ ഉദ്യോഗസ്ഥന്മാർ. അവരുടെ അടിസ്ഥാന ശമ്പളം എത്രയാ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന വിഭാഗമാണ് KSEB ഉദ്യോഗസ്ഥർ. ആ KSEB ഉദ്യോഗസ്ഥരാണ് സമരത്തിൽ പങ്കെടുത്ത ഒരു വിഭാഗം. പിന്നെ ഇവിടുത്തെ പ്രൊഫസർമാർ 2.5 ലക്ഷം രൂപയാണ് UGC സ്കെയിൽ പ്രകാരം ശമ്പളം വാങ്ങുന്നത്. അവരാണ് സമരത്തിൽ പങ്കെടുത്തവർ. സെക്രട്ടേറിയറ്റ് ജീവനക്കാർ 1.5-1.25 ലക്ഷവും ശമ്പളം വാങ്ങുന്ന സെക്രട്ടേറിയറ്റ് ജീവനക്കാർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ നടത്തിയ സമരമാണ്. ഈ സമരത്തിൽ ദുരന്തമുണ്ടായത് ആർക്കാ? നേരത്തെ പറഞ്ഞതുപോലെ ലുല്ലു മുതലാളിക്കല്ല, യൂസഫ് അലിക്കല്ല. ഇവിടത്തെ പാവപ്പെട്ട ആ തട്ടുകട വച്ചിരിക്കുന്ന ചേട്ടനാ അതിന്റെ നഷ്ടമുണ്ടായത്. ഈ ഓട്ടോ ഓടിക്കുന്ന, ഒരു ദിവസം 500 രൂപയ്ക്കും 600 രൂപയ്ക്കും ഓട്ടോ ഓടിക്കുന്ന പാവപ്പെട്ട ഓട്ടോ തൊഴിലാളിക്കാ നഷ്ടമുണ്ടായത്. ഇവിടെ ഉന്തുവണ്ടി ഉരുട്ടിക്കൊണ്ട് അന്നോടന്ന് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ പഠിപ്പിക്കാനും പാല് കൊടുക്കാനും വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛനും അമ്മയ്ക്കുമാണ് ആ ദുരന്തമുണ്ടായത്. കൂലിപ്പണി ചെയ്ത് അന്നോടന്ന് മൺവെട്ടിയുമായിട്ട് വിളകിളയ്ക്കാൻ ഇറങ്ങുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്കാണ് നഷ്ടമുണ്ടായത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏർപ്പെട്ട് നരേന്ദ്രമോദി കൊടുക്കുന്ന ആ പൈസ വാങ്ങാൻ വേണ്ടി പണിയെടുക്കാൻ പോകുന്ന പാവപ്പെട്ട അമ്മമാർക്കും സഹോദരിമാർക്കുമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാക്കിയ ദുരന്തമായിട്ടുള്ള ഈ ദേശീയ പണിമുടക്കിൽ നഷ്ടമുണ്ടായത്. ഈ പാവങ്ങൾക്ക് 200-300 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന പാവങ്ങളെ മുഴുവൻ തന്നെ അവന്റെ വരുമാനം നഷ്ടപ്പെടുത്തിയത് ലക്ഷക്കണക്കിന് രൂപ മാസം ശമ്പളം വാങ്ങുന്ന ഒരു കൂട്ടം വരേണ്യവർഗത്തിനു വേണ്ടിയാ. അങ്ങനെയുള്ള വരേണ്യവർഗത്തിനു വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരൻ സൃഷ്ടിച്ച പണിമുടക്കായിരുന്നു 28-ാം തീയതി നടന്ന ദേശീയ പണിമുടക്ക്.
ആ പണിമുടക്കിൽ നിങ്ങൾക്ക് ആ പണിമുടക്കിനോട് ആർജവമുണ്ടായിരുന്നുവെങ്കിൽ, ആ പണിമുടക്കിൽ നിങ്ങൾ നീതിപൂർവം ചിന്തിച്ചിരുന്നുവെങ്കിൽ, നിങ്ങൾ ഈ കേരളത്തിലെ കുത്തക മുതലാളിമാരുടെ സ്ഥാപനം ഉൾപ്പെടെ സ്തംഭിപ്പിക്കണമായിരുന്നു. അതിനുള്ള ഇച്ഛാശക്തി നിങ്ങൾക്കില്ല. നിങ്ങളുടെ പാർട്ടി സമ്മേളനത്തിന്റെ പണിയും നിർത്തിവെക്കണമായിരുന്നു. അതിന് നിങ്ങൾ തയ്യാറായിട്ടില്ല. നിങ്ങളുടെ പിണറായി വിജയന്റെ മകൾ അങ്ങ് ബാംഗ്ലൂരിൽ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. ബാംഗ്ലൂരും ഇന്ത്യയിലാണ് എന്റെ സഖാവേ. ആ സ്ഥാപനം നിങ്ങൾക്ക് അടപ്പിക്കാൻ സാധിച്ചോ? പിണറായി വിജയന്റെ മകളുടെ സ്ഥാപനം. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഈ കേരളത്തിൽ മുഴുവൻ തന്നെ ബിനാമിയായിട്ടും നേരിട്ടും നിരവധി കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നു. അതൊന്നും അടച്ചില്ല. കോടിയേരിയുടെ മകന്റെ സ്ഥാപനങ്ങൾ അടക്കില്ല പൊതുപണിമുടക്കിന്. പിണറായി വിജയന്റെ മകളുടെ സ്ഥാപനം അടക്കില്ല പൊതുപണിമുടക്കിന്. പിണറായി വിജയന്റെ പാർട്ടിയുടെ സമ്മേളനത്തിലെ പണി മുടക്കില്ല പൊതുപണിമുടക്കിന്. പിണറായി വിജയന്റെ സ്വന്തക്കാരനായിട്ടുള്ള ലുല്ലു മുതലാളിയുടെ സ്ഥാപനങ്ങൾ അടക്കില്ല പൊതുപണിമുടക്കിന്. ഈ പാവപ്പെട്ടവൻ നിന്റെ കൊടി കണ്ട് വിരണ്ട് അവന്റെ അന്നോടൊന്നുള്ള വരുമാനം നശിപ്പിച്ച് നിനക്ക് ഉങ്കുലാബ് വിളിക്കണമെന്ന് പറയുന്ന നിന്റെ ഇത്തരത്തിലുള്ള നാണം കെട്ട രാഷ്ട്രീയമുണ്ടല്ലോ, ഈ രാഷ്ട്രീയം കേരളത്തിൽ അവസാനിക്കാൻ പോവുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരാ, അവസാനിക്കാൻ പോവുകയാണ്. ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് പിണ്ടിമനയിൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയെ സർക്കാർ ഉദ്യോഗസ്ഥനെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചത്. അതിനുശേഷം കള്ളക്കഥകൾ ഉണ്ടാക്കി ഈ നാട്ടിലെ ജനതയെ മുഴുവൻ തന്നെ അപമാനിക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള ജനകീയ പ്രതിരോധം ഈ മണ്ണിൽ നിന്ന് ഉയരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു എന്നതിന് ഇതിലപ്പുറം വേറെ തെളിവൊന്നും വേണ്ട. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഞാനങ്ങ് തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡേക്ക് ഒരു സിൽവർ ലൈൻ ഉണ്ടാക്കാൻ പോവുകയാണ്. സിൽവർ ലൈൻ ഉണ്ടാക്കാൻ പോവുകയാണ്. 625 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ട്രെയിന് തിരുവനന്തപുരത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാസർഗോഡ് എത്തിക്കാൻ ഇനി പിണറായി വിജയൻ 4.5 മണിക്കൂർ കൊണ്ട് എത്തിക്കുമെന്നാണ് പറയുന്നത്. നരേന്ദ്രമോദിയുടെ ജനശതാബ്ദി എക്സ്പ്രസിൽ രാവിലെ 6 മണിക്ക് 5:55 തിരുവനന്തപുരത്തുനിന്ന് കയറിയാൽ അത് 6.5 മണിക്കൂർ കൊണ്ട് ഏകദേശം 1 മണിയാകുമ്പോൾ കോഴിക്കോടെത്തും. ഏകദേശം ഇപ്പോൾ തന്നെ 2022 തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ട്രെയിൻ 6.5 മണിക്കൂർ കൊണ്ട് കോഴിക്കോട് എത്തുന്നുണ്ട് തിരുവനന്തപുരത്ത്. നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞിരിക്കുന്നു, വരുന്ന 2 വർഷത്തിനുള്ളിൽ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷിക ആഘോഷം അങ്ങോട്ട് പൂർത്തിയാകുമ്പോൾ 160 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന 400 ട്രെയിനുകൾ ഈ രാജ്യത്ത് മുഴുവൻ വരാൻ പോവുകയാണ്. ആ ട്രെയിനുകളിൽ പലതും കേരളത്തിലൂടെ ഓടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ പിണറായി വിജയൻ പറയുന്ന 4.5 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ അങ്ങോട്ട് കയറ്റി നമുക്ക് കാസർഗോഡ് എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ ഓടുന്ന റെയിൽവേ പാളത്തിലൂടെ ഓടിച്ച് ഇപ്പോൾ പോകുന്ന അതേ ട്രെയിൻ ഓടിച്ച് അവിടെ എത്തിക്കാൻ സാധിക്കും. ആ രീതിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് പിണറായി വിജയൻ പറയുന്നത്, ഇല്ല, എനിക്ക് ആ റെയിൽവേ പാളത്തിലൂടെ പോകാൻ പറ്റില്ല, ഞങ്ങൾ പാർട്ടി ഒന്ന് വേറെയാ, ഞങ്ങൾ ബ്രോഡ് ഗേജിലൂടെ വണ്ടി ഓടിക്കില്ല, ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഗേജ് വേണം, അതിൽ എന്റെ വണ്ടി മാത്രമേ ഓടാവൂ, വേറെ ലോകത്തുള്ള ഒരു ട്രെയിനും എന്റെ ഗേജിൽ കൂടെ ഓടാൻ പാടില്ല. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഗേജിലൂടെ എന്റെ ട്രെയിൻ ഓടൂ. കമ്മ്യൂണിസ്റ്റ് ട്രെയിൻ ഓടുക സ്റ്റാൻഡേർഡ് ഗേജില. തൊട്ടുകൂടായ്മയുണ്ട്, തീണ്ടിക്കൂടായ്മയുണ്ട്. മറ്റു ട്രെയിനൊന്നും ഇതിൽ തൊടാൻ പാടില്ല. അങ്ങനെ സ്റ്റാൻഡേർഡ് ഗേജ് 625 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ട്രെയിൻ ഓടിക്കാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 529 കിലോമീറ്റർ ദൂരത്തേക്ക് 20 മീറ്റർ വിസ്തൃതിയിൽ സ്ഥലമെടുത്തോണ്ട് പോവുകയാണ്. 5200 ഏക്കർ ഭൂമി. 5200 ഏക്കർ ഭൂമി ഈ ഭസ്മാസുരൻ എടുത്തു കഴിയുമ്പോൾ 20,000 കുടുംബങ്ങൾ വഴിയാധാരമാവുകയാണ്. ഇതുപോലെ തെരുവോരങ്ങളിൽ കിടക്കാൻ വിധിക്കപ്പെട്ട 20,000 കുടുംബങ്ങളെയാ പിണറായി വിജയൻ ഈ കേരളത്തിൽ സൃഷ്ടിക്കുന്നത്. 625 പേർക്ക് കയറി ഇരിക്കാൻ പറ്റുന്ന ഒരു ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തിക്കാനായി. അതിനെത്ര കോടിയാ? പിണറായി വിജയൻ ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന 63,000 കോടി. അത് 2025 തീരുന്ന.
2025 തീരാൻ പോകുന്ന ട്രെയിനിന്റെ DPR ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ഒരു 300 പേജുള്ള ഒരു പുസ്തകം ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പിണറായി വിജയനെ തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടാ പറയുന്നത് ഇനി ഒരു 600 ദിവസം കഴിയുമ്പോൾ എന്റെ ട്രെയിൻ അങ്ങ് കാസർഗോഡ് എത്തുമെന്ന്. ഇതൊക്കെ ഭ്രാന്തന്മാരാണോ? മുഴു ഭ്രാന്തന്മാരാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഈ കേരളത്തിൽ 1 കിലോമീറ്റർ ദൂരത്തുള്ള റോഡുണ്ടാക്കാൻ 5-6 വർഷം എടുക്കുന്നത്. റോഡിൽ കിടക്കുന്ന ഒരു കുഴി നിമത്താൻ 2-3 വർഷം എടുക്കും ഈ കേരളത്തിൽ. അപ്പോഴാണ് പിണറായി വിജയൻ പറയുന്നത് തിരുവനന്തപുരത്തു നിന്നുള്ള സിൽവർ ലൈൻ 2025 ആകുമ്പോൾ അങ്ങ് കാസർഗോഡ് എത്തും. 20,000 കുടുംബങ്ങളെ ഞാൻ വഴിയാധാരമാക്കും. 1 ലക്ഷം കോടി രൂപ ഞാൻ ഇങ്ങ് കൊണ്ടുവരും. എവിടെന്നാ? ജപ്പാനിൽ നിന്ന്. ഇതിന്റെ കഥ എന്താണെന്നറിയോ? ജപ്പാന് ഇപ്പോ ട്രെയിൻ അവിടുത്തെ വേഗത 300 കിലോമീറ്റർ വേഗതയാ. മാഗ്നറ്റിക് ട്രെയിനാ. പാളത്തിന്റെ തൊട്ട് മുകളിലൂടെ തൊട്ടില്ല എന്ന് പറഞ്ഞ് കുതിക്കുന്ന അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ട്രെയിനാണ് ജപ്പാനിലുള്ളത്. അപ്പൊ ജപ്പാനിൽ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ഉണ്ടല്ലോ, നമ്മുടെ പിണറായി വിജയന് കൊടുക്കാൻ പോകുന്ന ട്രെയിൻ കെ റെയിൽ. ആ ട്രെയിന് ഇനി അവിടുത്തെ ആക്രിക്കടയിലേക്ക് മാറ്റാൻ വച്ചിരിക്കുക. അവിടുത്തെ ജപ്പാനിൽ ആക്രിക്കടയിലേക്ക് മാറ്റാൻ വേണ്ടി വച്ച് 300 കിലോമീറ്റർ വേഗതയുള്ള മാഗ്നറ്റിക് ട്രെയിൻ അതിലെ ഓടിക്കാൻ തയ്യാറാക്കിയിരിക്കുക. അപ്പൊ ആക്രിക്കടയിലേക്ക് മാറ്റാൻ വച്ചിരിക്കുന്ന ആക്രി ചരക്കാണ് പിണറായി വിജയൻ കേരളത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ 1.5 ലക്ഷം കോടി രൂപ നഷ്ടപ്പെടുത്തി ഇവിടെ ഓടിക്കുമെന്ന് പറയുന്നത്. ജപ്പാനിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ ആക്രി കൊടുക്കും, ആക്രി വിൽക്കുമ്പോൾ ഇങ്ങോട്ട് പണം കിട്ടും. ആക്രി സാധനം കിട്ടും. ആക്രി സാധനം എങ്ങനെ ഇവിടെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള കൺസൾട്ടൻസിയെ കൊടുക്കും. ആ കൺസൾട്ടൻസിയെയും കൊടുത്ത് ആക്രി സാധനവും കൊടുത്ത് ആക്രി സാധനത്തിന് വാങ്ങാൻ പറ്റുന്ന പണവും കൊടുക്കും ലോണായിട്ട്. അതാണ് ജപ്പാനിൽ ആക്രി കച്ചവടം നല്ല കച്ചവടമാണ്. കാരണം ആക്രി സാധനം കൊടുക്കും, ആക്രി സാധനം വാങ്ങാനുള്ള പണം ലോണായിട്ട് കൊടുക്കും. ആക്രി സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെ കൊണ്ട് എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ കൺസൾട്ടൻസിയെയും കൊടുക്കും. പിണറായി വിജയൻ ഇത് 3 എടുത്തു. പിണറായി വിജയൻ ഇത് 3 ഇങ്ങെടുത്തു. എന്നിട്ട് ജപ്പാനിൽ ആക്രിക്കടയിൽ കൊണ്ടിടാൻ വച്ചിരിക്കുന്ന കേരളയിൽ കേരളത്തിലെ പാവപ്പെട്ടവന്റെ കുടിലിന്റെ പുറത്തൂടെ ഓടിക്കാൻ പോവുകയാ. പാവപ്പെട്ടവന്റെ നെഞ്ചത്തുകൂടി ഓടിക്കാൻ പോവുകയാ ജപ്പാനിൽ ആക്രി സാധനം. നരേന്ദ്രമോദി പറഞ്ഞു ആ ആക്രി സാധനം വേണ്ട, ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ വരികയാ. മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ഞങ്ങൾ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കുക. 250 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ബുള്ളറ്റ് ട്രെയിൻ. ആ ബുള്ളറ്റ് ട്രെയിൻ 4 വർഷങ്ങൾക്ക് മുമ്പ് അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്ക് ഓടിക്കാൻ വേണ്ടിയുള്ള പദ്ധതി DPR തയ്യാറാക്കിയപ്പോ ഇവിടെ ദേശ അപമാനി എന്ന് പറഞ്ഞൊരു പേപ്പർ ഇറങ്ങാറുണ്ട്. ആ പേപ്പറിൽ എഴുതിയത് ജപ്പാൻ ഇന്ത്യയെ തീരെഴുതുകയാണ് നരേന്ദ്രമോദി. ഈ ട്രെയിനിൽ പാവപ്പെട്ടവന് കയറാൻ പറ്റുമോ? ദേശാഭിമാനി ചോദിച്ചതാ. ഈ ട്രെയിൻ പാവപ്പെട്ടവനുള്ള ട്രെയിനാണോ? ഈ ട്രെയിനിൽ പാവപ്പെട്ടവന് കയറാൻ പറ്റുമോ? ഈ ട്രെയിൻ ജപ്പാൻ ഇന്ത്യയെ അടിയറ വെക്കുകയല്ലേ? ഈ ട്രെയിനിന്റെ പേരിൽ ജപ്പാനിൽ ഇന്ത്യയുടെ ഭൂമി പണയപ്പെടുത്തി പണം വാങ്ങി അങ്ങനെ മുതലാളിത്വത്തിന്റെ മുമ്പിൽ ഇന്ത്യയെ കീഴ്പ്പെടുത്തുകയല്ലേ നരേന്ദ്രമോദി എന്ന് ചോദിച്ച നാണവും മാനവുമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇന്ന് ജപ്പാനിലെ ആക്രി ചരക്കുമായിട്ട് ഈ കേരളത്തിൽ വന്ന് 20,000 കുടുംബങ്ങളെ വഴിയാധാരമാക്കി 1.5 ലക്ഷം കോടി രൂപയുടെ ബാധ്യത കേരളത്തിലെ ജനസമൂഹത്തിന്റെ തലയിലേക്ക് കൊണ്ടിട്ട് ഈ കേരളത്തെ നശിപ്പിക്കുന്ന പ്രവണതയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയോ, ഈ കേരളത്തെ രണ്ടായിട്ട് മുറിക്കുക. ഈ കേരളത്തെ രണ്ടായിട്ട് മുറിക്കുക. ഈ കേരളത്തിൽ 9 അടി പൊക്കത്തിലാണ് ട്രെയിൻ പോണത്. 280 കിലോമീറ്റർ ദൂരത്ത് 9 അടി പൊക്കത്തിലാ. 9 അടി പൊക്കമെന്ന് പറഞ്ഞാൽ എനിക്കുള്ളത് 5.5 അടി പൊക്കം. ഞാൻ വേറൊരാളിന്റെ തലയിൽ കയറി നിന്നാലേ എനിക്ക് അപ്പുറത്ത് കേരളത്തിന്റെ അപ്പുറത്ത് എന്ത് നടക്കുന്നു എന്ന് കാണാൻ പറ്റും. എന്റെ പിണറായി വിജയ, അതാണ് എന്റെ അവസ്ഥ. ഈ രീതിയിൽ 5.5 അടി പൊക്കമുള്ള സാധാരണ മലയാളിക്ക് 9 അടി പൊക്കത്തിൽ പിണറായി വിജയൻ ഒരു മതില് കെട്ടി അതിന്റെ പുറത്തുകൂടി 529 കിലോമീറ്റർ ദൂരത്തേക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓടിക്കുന്ന ട്രെയിന് ഇങ്ങനെ ആകാശത്ത് നോക്കി നിൽക്കാനേ പറ്റൂ. അത് കയറാൻ പറ്റില്ല. എന്താ കാരണം?
ഇപ്പോ പിണറായി വിജയൻ പറയുന്ന 2000 രൂപയ്ക്കും കോടി എത്തുന്ന. പിണറായി വിജയന്റെ കാലഘട്ടത്തിലും കമ്മ്യൂണിസം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും കേരളയിൽ പൂർത്തിയാകാൻ പോണില്ല, ഉറപ്പാ. ഇത് പൂർത്തിയായി കഴിയുമ്പോൾ 2-2.5 ലക്ഷം കോടി രൂപ വരും. ഈ 2.5 ലക്ഷം കോടി രൂപയ്ക്ക് 625 പേരെ ചുമക്കുന്ന ഒരു ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തിക്കണമെങ്കിൽ അതിലിരിക്കുന്നവൻ ഏകദേശം 7000-8000 രൂപയുടെ ടിക്കറ്റ് എടുത്താലേ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തൂ. ആ സമയത്ത് 1500 രൂപ കൊടുത്താൽ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താം. കാരണം ഹെലികോപ്റ്റർ ഇതാ വ്യാപകമായിട്ട് ഇന്ത്യയിൽ വരാൻ പോകുന്നു. അതുപോലെ തന്നെ ഇതാ നരേന്ദ്രമോദിയുടെ പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ വരാൻ പോകുന്നു. മാത്രമല്ല ഇതാ കേരളത്തിൽ 5 എയർപോർട്ടുകൾ വന്നു കഴിഞ്ഞു. ഇനിയും 1-2 എയർപോർട്ടുകൾ കൂടി വരാൻ പോവുകയാണ്. 1200-1300 രൂപക്ക് ഈ കേരളത്തിൽ എവിടെയും ആൾക്കാർക്ക് പറന്നു നടക്കാൻ പറ്റുമ്പോഴാണോ പിണറായി വിജയന്റെ ഈ ട്രെയിനിൽ ഇനി ആൾക്കാർ 10 വർഷത്തിന് ശേഷം യാത്ര ചെയ്യാൻ പോകുന്നത്? ആണോ? മാത്രമല്ല സീ പ്ലെയിൻ വരാൻ പോവുകയാണ്. റോഡിലും എയർപോർട്ടിലും മാത്രമല്ല, കടലിലും അതുപോലെ തന്നെ കായലിലും ഇറങ്ങാൻ പറ്റുന്ന സീ പ്ലെയിൻ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വന്നു കഴിഞ്ഞു. ഹെലികോപ്റ്ററുകൾ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പറക്കുന്ന, ഒരു താലൂക്കിൽ നിന്ന് മറ്റൊരു താലൂക്കിലേക്ക് പറക്കുന്ന ഹെലികോപ്റ്ററുകൾ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലുമൊക്കെ വന്നു കഴിഞ്ഞു. അതൊക്കെ 500 രൂപയും 1000 രൂപയും 1200 രൂപയും കൊടുത്താൽ പോകാൻ സാധിക്കും. അങ്ങനെ ഈ നാട് മാറുകയാണ് സഖാവ് പിണറായി വിജയ. നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ നാട് മാറുകയാണ്. അങ്ങനെ ഇത്രയും സുലഭമായിട്ട് യാത്ര ചെയ്യാൻ ചെറിയ തുക ചെലവഴിച്ച് ഇത്രയും ഭംഗിയായി മുകളിൽ കൂടി പ്ലെയിനിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഇന്ത്യയിൽ 10 വർഷത്തിന് ശേഷം നിങ്ങളുടെ 7000 രൂപയുടെ ഈ പീറ ട്രെയിനിൽ, ജപ്പാനിൽ ആക്രിക്കടയിൽ വച്ചിരുന്ന ട്രെയിനിൽ പോകാൻ ആരെങ്കിലും ഉണ്ടാകുമോ ഈ കേരളത്തിൽ? ഉണ്ടാകോ? ഇതൊക്കെ ചിന്തിക്കാൻ വലിയ ബുദ്ധിയോളോ? പിണറായി വിജയൻ പഠിച്ച പിണറായി പാറയിലെയും അതോടൊപ്പം തന്നെ ബ്രണ്ണൻ കോളേജിലെ ഗുണ്ടായുസത്തിനിടയിൽ പഠിച്ചു എന്ന് പറയുന്ന സാധനവും കൊണ്ട് മനസ്സിലാവുന്ന കാര്യമല്ലേ ഇതൊക്കെ? മനസ്സിലാവില്ലേ? പിണറായി വിജയൻ പറഞ്ഞ് ചരക്ക് കൊണ്ടുപോകാനെന്നാ, രാത്രി ചരക്ക് കൊണ്ടുപോകാന്ന. രാത്രി കൊണ്ടുപോകാൻ പറ്റുന്ന ചരക്ക് എന്തായിരിക്കും? ഒന്നുകിൽ മദ്യം, അല്ലെങ്കിൽ മയക്കുമരുന്ന്, അല്ലെങ്കിൽ കഞ്ചാവ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനെ. ഇത്തരത്തിലുള്ള ചരക്കുകൾ മാത്രമേ ഈ രാത്രി ആരും ഇല്ലാത്ത സമയത്ത് കൊണ്ടുപോകാൻ പറ്റൂ. ഈ ശ്രീധരൻ പറയുന്നത് ഈ സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി ആണ് ഇതിന്റെ സർവീസ് നടക്കുക, അതിന്റെ റിപ്പയർ ഒക്കെ നടക്കുന്നത് രാത്രിയാണ്. അതുകൊണ്ട് ഈ രാത്രി ചരക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഈ ശ്രീധരൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹമാണ് BJP നയിക്കുന്ന സമരസമിതിയുടെ ചെയർമാൻ, മെട്രോ ശ്രീധരൻ. പിണറായി വിജയൻ പറയുന്ന ചരക്ക് എന്ത് ചരക്കാണ് എന്റെ പിണറായി വിജയ? തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളൊക്കെ ഈ 60 വർഷമായിട്ട് ഈ കേരളത്തിൽ ഉണ്ടാക്കി തന്നത് എന്ത് ചരക്ക? കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ കേരളയിൽ കൊണ്ടുവരാൻ വേണ്ടി 60 വർഷമായിട്ട് കേരളം ഭരിച്ച കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും എന്ത് ചരക്കായി ഈ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? അങ്ങ് മദ്രാസിൽ നിന്നും ബാംഗ്ലൂരിലേക്കാണ് ഈ ട്രെയിനെങ്കിൽ വല്ല തമിഴ്നാട്ടുകാരന്റെ അരിയും പച്ചക്കറിയും ഒക്കെ ഈ ട്രെയിനിൽ കയറ്റി തിരുവനന്തപുരത്തും പാലക്കാട്ടും കോഴിക്കോട്ടും ഒക്കെ ഇറക്കാമായിരുന്നു. അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടായിരുന്നു ഈ ട്രെയിനെങ്കിൽ ബാംഗ്ലൂരിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഈ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പിണറായി വിജയൻ ഓടിക്കാൻ പോകുന്ന ഈ സാധനത്തിൽ പീറ കമ്മ്യൂണിസം എന്നുള്ള ചരക്കല്ലാതെ ഈ കേരളത്തിൽ മറ്റെന്തെങ്കിലും ചരക്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? കൊണ്ടുപോകാനുണ്ടോ? എന്ത് ചരക്കാ നിങ്ങൾ ഇത് കയറ്റിവിടാൻ പോകുന്നത്? അപ്പോൾ അതുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത് കേരളയിൽ ഫിനാൻഷ്യലി വയബിൾ അല്ല, ടെക്നിക്കലി വയബിൾ അല്ല, പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കും, അതുപോലെ തന്നെ സാമൂഹ്യ ആഘാതം ഉണ്ടാക്കും. സാങ്കേതികമായി ഈ പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല. സാമ്പത്തികമായി ഈ പദ്ധതി വിജയിക്കില്ല. ഈ പദ്ധതി കാരണം കേരളം രണ്ടായിട്ട് വെട്ടി വിഭജിക്കപ്പെടും. ചൈനീസ് വൻമതിൽ പോലെ, ബെർലിൻ മതിൽ പോലെ ഈ കേരളം ഒരുമാതിരി നീണ്ടുകിടക്കുന്ന കേരളത്തെ രണ്ടായിട്ട് വെട്ടി വിഭജിക്കും. പണ്ട് അടൽ ബിഹാരി വാജ്പേയി
കേരളത്തിലൂടെ 6 വരി പാതയുണ്ടാക്കാനായിട്ട് ഒരു പ്രപ്പോസൽ മുമ്പോട്ട് വെച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പിണ്ടിമനയിലൊക്കെ അന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. ദാമോദരൻ അവന്റെ പശുവിനെ മേയ്ക്കാനായിട്ട് അപ്പുറത്ത് പോയാൽ ദാമോദരന് ഇപ്പുറത്ത് ഇരിക്കുന്ന വീട്ടിൽ വരാൻ എങ്ങനെ സാധിക്കും? 6 വരി പാതയിലൂടെ ഇങ്ങനെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുതിച്ചു പായുന്ന സമയത്ത് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ മാത്രമേ ഈ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ദാമോദരൻ പശുവിനെ മേക്കാൻ എങ്ങനെ അപ്പുറത്ത് പോകുമെന്ന് ചോദിച്ച കമ്മ്യൂണിസ്റ്റുകാരാ, ഒരു 6 വരി പാതയുണ്ടായാൽ കേരളം 2ആയിട്ട് വെട്ടിപ്പിളർത്തിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞ് സമരം ചെയ്തെന്റെ കമ്മ്യൂണിസ്റ്റുകാരാ, നിങ്ങൾ ഈ കേരളത്തിൽ 9 അടി ഉയരത്തിൽ മതിലുകെട്ടി അതിന്റെ പുറത്തുകൂടി നിങ്ങളുടെ ജപ്പാനിലെ ആക്രി ട്രെയിൻ ഓടിച്ചാൽ ഈ കേരളം യഥാർത്ഥത്തിൽ പഴയ മതിലുകൾ സിനിമ പോലെ 2ആയിട്ട് മാറ്റപ്പെടുമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഓർക്കുന്നില്ല? അപ്പോ അതുകൊണ്ട് ഇത് പാരിസ്ഥിതികമായിട്ട് ഈ കേരളത്തെ തകർക്കും, സാമൂഹികമായി ഈ കേരളത്തെ തകർക്കും. ഇപ്പോ പിണറായി വിജയൻ പറയുന്നു 4 ഇരട്ടി കൊടുക്കാം, അതുക്കും മേലെ കൊടുക്കാം. പിണറായി വിജയൻ അറിയാം, പിണറായി വിജയന്റെ കാലത്ത് ഈ സാധനം വരില്ലെന്ന്. ഇപ്പോ ഈ സാധനം വേണം. അതിനുവേണ്ടി ആ കുറ്റിയും പറിച്ചുകൊണ്ട് നടക്കുന്നത് പിണറായി വിജയൻ. നരേന്ദ്രമോദിയെ കാണാൻ പോയി, അങ്ങേർക്കും കൊടുത്തതൊരു മഞ്ഞ കുറ്റി പോലുള്ളൊരു സാധനമാണ്. പിണറായി വിജയൻ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ കുടിലിൽ ചെന്ന് ഇടിച്ചു കയറി, പോലീസിനെ കൊണ്ട് ഇടിച്ചു കയറി, ആ പാവപ്പെട്ടവൻ അരിയാഹാരം വെച്ചുകൊണ്ടിരിക്കുന്ന അടുപ്പ് തട്ടിത്തെറിപ്പിച്ച അടുപ്പിന്റെ ഭാഗം കുഴിച്ചിട്ട് ഇടുകയാണ്. ഈ കമ്മ്യൂണിസത്തിന്റെ നാശം വിതയ്ക്കുന്ന ആ മഞ്ഞ കുറ്റി ഇടുകയാണ്. ഞങ്ങൾ ആ കുറ്റി പറക്കുകയാണ്. ഞങ്ങൾ ഈ കുറ്റി കമ്മ്യൂണിസ്റ്റുകാരൻ ഇടുന്ന ആ കല്ലുകൾ പെറുക്കുകയാണ്. എന്തിനെന്നറിയോ? ഈ കമ്മ്യൂണിസത്തിന് കേരളത്തിൽ കല്ലറയുണ്ടാക്കാനായിട്ട് പിണറായി വിജയൻ ഇടുന്ന കല്ലുകൾ കേരളത്തിൽ ഞങ്ങൾ പറിച്ചെടുക്കുകയാണ്. കമ്മ്യൂണിസത്തിന്റെ കല്ലറയുണ്ടാക്കാൻ. ആ കല്ലറയിൽ ഈ കമ്മ്യൂണിസത്തെ ഞങ്ങൾ കുഴിച്ചു മൂടും. ഒരിക്കലും ഉയർന്നു വരാത്ത വിധം ഈ പീറ കമ്മ്യൂണിസത്തെ ഈ കേരളത്തിന്റെ കല്ലറയിൽ ഞങ്ങൾ കുഴിച്ചു മൂടും. സംശയം വേണ്ട. അങ്ങനെ കമ്മ്യൂണിസം നന്ദിഗ്രാമം സിംഗൂരുമാണ്. നന്ദിഗ്രാമിലെയും സിംഗൂരിലെയും കുടിയൊഴിപ്പിക്കപ്പെട്ട ജനതയുടെ കണ്ണീരിൽ കുതിർന്ന മുദ്രാവാക്യങ്ങളാണ് 35 വർഷത്തെ ബംഗാളിലെ കമ്മ്യൂണിസത്തിന് അന്ത്യകൂദാശ ചെയ്തതെങ്കിൽ ഇന്ന് ജപ്പാനിൽ നിന്ന് കിട്ടുന്ന കിലുകിലുങ്ങുന്ന വെള്ളിക്കാശിന് ഈ കേരളത്തിലെ 20,000 കുടുംബങ്ങളെ വഴിയാധാരമാക്കി അവന്റെയും അവിടുത്തെ അമ്മമാരുടെയും കണ്ണീരിലൂടെ ഉയർന്നു വരുന്ന മുദ്രാവാക്യങ്ങൾ ലോകത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമായ പിണറായി വിജയൻ ഭരണകൂടത്തിന് അന്ത്യകൂദാശ ചെയ്യുന്ന നാളുകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇതാ സമാഗതമാകാൻ പോകുന്നത്. ആ പോരാട്ടത്തിന് ഇന്ന് ഈ കേരളത്തിൽ വിശ്വാസയോഗ്യമായിട്ടുള്ള പോരാട്ടം അതിന് നേതൃത്വം നൽകുന്നത് ബിജെപിയാണ്. ബിജെപിയുടെ നേതാവും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ശ്രീ വി മുരളീധരൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുനിന്ന് ഈ കേരയിൽ കടന്നുപോകുന്ന പാതയിലൂടെ പാവപ്പെട്ടവനെ സാന്ത്വനിപ്പിച്ച് ഒരു യാത്ര ആരംഭിച്ചു. കേരയിൽ പ്രതിരോധ യാത്ര. ആ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഇവരുടെ ഹാലിളകി. കാരണം ജനങ്ങൾ പറയുന്നു, ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്, ഞങ്ങളെ കൊന്നിട്ടിട്ടാ മതി, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ഈ കല്ല് എന്ന അമ്മമാർ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് കേരളത്തിൽ. മാധ്യമങ്ങൾ അത് കാണിക്കുന്നു. ഇത് കണ്ട് അന്താളിച്ച്, ഇത് കണ്ട് ഹാലിളകി കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് വി മുരളീധരനെതിരായിട്ട് പ്രതികരിക്കുകയാണ്. വി മുരളീധരൻ ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ അത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ മനസ്സിലാക്കണം. കേന്ദ്രമാണ് റെയിൽവേ ഭരണം, കേന്ദ്രത്തിനാണ് നരേന്ദ്രമോദി സർക്കാരാണ് റെയിൽവേയുടെ അവസാന വാക്ക്. ആ അവസാന വാക്ക് പറയേണ്ട നരേന്ദ്രമോദി സർക്കാർ വളരെ വ്യക്തമായിട്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞു കഴിഞ്ഞു, ഈ കേരയിൽ പദ്ധതി നടപ്പാക്കാൻ സാധ്യമല്ല എന്ന്. അങ്ങനെ കേരയിൽ പദ്ധതി നടപ്പാക്കാൻ സാധ്യമല്ല എന്ന് ഈ കേരയിൽ 49% ഷെയറുള്ള കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ പദ്ധതി നടപ്പാക്കപ്പെടില്ല. പിന്നെ എന്തിനാ കല്ലിടുന്നത്? ഈ കല്ലിട്ട് ഭൂമി വരച്ച് കാണിച്ചു കൊടുത്ത് ജപ്പാനിലെ ഏമാന്മാരിൽ നിന്ന് ഇലക്ഷൻ സമയത്ത് കുറെ കോടികൾ വാങ്ങി, ബാക്കി കോടികൾ ഉടൻ വാങ്ങി എങ്ങനെയെങ്കിലും ചാകുന്നതിന് മുമ്പ്, കമ്മ്യൂണിസം ചത്തൊടുങ്ങുന്നതിന് മുമ്പ് ജീവിക്കാൻ വേണ്ടിയുള്ള പണമുണ്ടാക്കാൻ വെമ്പൽ കൊള്ളുന്ന ഈ അഴിമതിക്കാരായിട്ടുള്ള, കള്ളന്മാരായിട്ടുള്ള, കൊള്ളക്കാരന്മാരായിട്ടുള്ള സഖാക്കന്മാരുടെ പള്ള വീർപ്പിക്കാനാണിതൊക്കെ. അതാണ് ഈ കേരളിന്റെ പേരിൽ നടന്ന കല്ലിടൽ. അതിനു വേണ്ടിയ സഖാക്കന്മാർക്കും അറിയാം, നാട്ടുകാർക്കറിയാം, പത്രക്കാർക്കറിയാം, സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം ഇതിനു വേണ്ടിയാണ് ഈ അഭ്യാസങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കേരളത്തിനെതിരെ കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രക്ഷോഭം നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ളൊരു ജനകീയ മുന്നേറ്റമാണ്. ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രാഷ്ട്രീയ അതീതമായി സകലമാന ജനതയും ഒരുമിച്ച് തെരുവോരങ്ങളിലേക്കെത്തി നടത്തുന്ന അത്യുഗ്രമാർന്ന ചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണാലേഖിതം ചെയ്യപ്പെടേണ്ട പോരാട്ടമാണ് കേരളിന്റെ പേരിൽ ഈ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടത്തിന് ഭാരതീയ ജനതാ പാർട്ടി എല്ലാവിധമായിട്ടുള്ള പിന്തുണയും നൽകുന്നു. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, പോരാട്ടത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, അതോടൊപ്പം തന്നെ ഇത് നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പും തരുന്നുണ്ട്. അങ്ങനെ ഉറപ്പും പോരാട്ടവും ഒരേ സമയത്ത് നടത്തുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ BJPയുടെ പ്രക്ഷോഭത്തിന് ഇന്ന് മറ്റുള്ളവരുടെ പ്രക്ഷോഭത്തെക്കാൾ കൂടുതൽ ജനപിന്തുണയും അതോടൊപ്പം തന്നെ വിശ്വാസ്യതയും ആർജിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ലോകത്തിലെ ഏറ്റവും ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ന് 3 MPമാരാണ്. അതിൽ ഒരു MP അരിവാളിൽ ജയിച്ചു. മറ്റേ MP പിടിച്ചത് അരിവാളെങ്കിലും പിടിക്കാൻ കൊടുത്തത് രാഹുൽ ഗാന്ധിയുടെ കയ്യാണ്. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് തമിഴ്നാട്ടിൽ നിന്ന് ജയിച്ചു വന്ന പകുതി കോൺഗ്രസ് ആയിട്ടുള്ള 2 MPമാരും കേരളത്തിൽ നിന്ന് ജയിച്ച ഒരു MPയുമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത്. ആ മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആ മത്സരിച്ചപ്പോൾ മണിപ്പൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ 2 അസംബ്ലി സീറ്റിൽ മത്സരിച്ചു. ആ 2 അസംബ്ലി സീറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ മത്സരിച്ചത് കോൺഗ്രസുമായിട്ട് ഒരുമിച്ചാണ്. ആ കോൺഗ്രസുമായിട്ട് ഒരുമിച്ച് മത്സരിച്ചിട്ട് അവർക്ക് 2 അസംബ്ലിയിലുമായിട്ട് കിട്ടിയ വോട്ട് 214 വോട്ടാണ്. 2 അസംബ്ലി സീറ്റിലുമായിട്ട് കോൺഗ്രസുമായിട്ട് ഒരുമിച്ച് മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, അങ്ങനെയാണല്ലോ പറയേണ്ടത്, അവർക്ക് കിട്ടിയത് 214 വോട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, യെച്ചൂരി CPMന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ പാർട്ടി കോൺഗ്രസ്, കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ ഈ നോട്ടയിൽ കുത്തുന്നവരുടെ ഒരു സംഘടനയുണ്ടാക്കി അതിന്റെ ജനറൽ സെക്രട്ടറി ആയാൽ CPMനേക്കാൾ വലിയ പാർട്ടിയായിട്ട് നോട്ട പാർട്ടി ഇന്ത്യയിൽ മാറുന്ന സാഹചര്യം ഉണ്ടാകും. യെച്ചൂരി അത് ചെയ്യുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയുകയുണ്ടായി. അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത്. ലോകത്ത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകളാണ് കേരളത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റുകൾ. ഈ കമ്മ്യൂണിസ്റ്റുകളെയും ഒടുക്കാൻ, നശിപ്പിക്കാൻ, അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കും. കാരണം നരേന്ദ്രമോദി, ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് തെളിയിച്ച പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് നമ്മൾ അറിയണം. ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ഒരു കാലത്ത് ജനങ്ങൾ മാറ്റി നിർത്തിയിരുന്നു. അന്ന് പറഞ്ഞു, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് സവർണാധിപത്യത്തിന്റെ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി അങ്ങ് ഉത്തരേന്ത്യയിലെ പൂണൂലിട്ട ആൾക്കാരുടെ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലാണ് ലോകത്ത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി MPമാർ ജയിച്ചു വന്നിരിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ പട്ടികവർഗ MPമാരും MLAമാരും ജയിച്ചു വന്നിരിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടി 62% പിന്നോക്ക ജനവിഭാഗങ്ങൾ, ആദിവാസി ജനവിഭാഗമുള്ള ത്രിപുര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണസാരഥ്യത്തിന് കീഴിലാണ്. അതുകൊണ്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ ഇവിടത്തെ വരേണ്യവർഗത്തിന്റെ പാർട്ടി എന്ന് ആർക്കും വിമർശിക്കാൻ സാധ്യമല്ല. ഭാരതീയ ജനതാ പാർട്ടി സർവ്വജനവിഭാഗങ്ങളുടെയും പാർട്ടിയായി ഇന്ത്യയിൽ മാറ്റപ്പെട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് എന്താ പറഞ്ഞത്? ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഹിന്ദു വർഗീയവാദികളുടെ പാർട്ടിയാണ് എന്നാണ് പറഞ്ഞത്.
ഇനിയിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും അങ്ങനെയും പറയാൻ വഴിയില്ല. കാരണം മിസോറാം, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര, ആസാം, ഗോവ, ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് ഭൂരിപക്ഷമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പാറിപ്പറക്കുന്ന കൊടി നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ താമരയാങ്കിത ഹരിത കാവി പതാക അതാണ് പാറിപ്പറക്കുന്നത്. അതുകൊണ്ട് ഇനി ഭാരതീയ ജനതാ പാർട്ടിയെ നോക്കി നിങ്ങൾക്ക് ഹിന്ദു വർഗീയവാദികളുടെ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയാൻ സാധ്യമല്ല. ഉത്തർപ്രദേശിലെ ഫൈസാബാദ് എന്ന് പറയുന്ന മുസ്ലിം ജില്ലയിൽ എല്ലാ MLA-മാരും ജയിച്ചിരിക്കുന്നത് താമര ചിഹ്നത്തിലാണ് എന്ന് പറയുമ്പോൾ മുസ്ലിം സമൂഹവും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നു എന്നതിന്റെ നിദർശനമാണത്. പിന്നെ എന്താ പറഞ്ഞത്? BJP എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ കാളവണ്ടി നവോത്ഥാനം, അതൊന്നും BJP-ക്കുള്ളതല്ല എന്ന് പറഞ്ഞു ഇവിടുത്തെ ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന കുറെ സാധനങ്ങൾ. ആ സാധനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നരേന്ദ്ര ദാമോദർ ദാസ് മോദി 6 വർഷം ഇന്ത്യ ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഭൂമിയായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ചരിത്ര വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യ സൈനികമായും സാമ്പത്തികമായും ലോകോത്തരമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ 5 ട്രില്യൺ സാമ്പത്തിക ശക്തിയുള്ള ഭൂമിയായി വരുന്ന 2 വർഷത്തിനുള്ളിൽ രൂപാന്തരപ്പെടുകയാണ്. ഇന്ന് ലോകത്തിലെ 6ാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മുടെ ഭാരതം മാറ്റപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി നമ്മുടെ ഇന്ത്യ മാറ്റപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര ശക്തിയായി നമ്മുടെ ഇന്ത്യ മാറ്റപ്പെട്ടിരിക്കുന്നു. അഴിമതി മുക്തമായ ഭൂമിയായി നമ്മുടെ ഇന്ത്യ മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ നാട്ടിലെ പാവപ്പെട്ട കുടിലുകളിൽ ജീവിക്കുന്ന പാവപ്പെട്ടവനെ ഗ്രാമീണ ജനതയ്ക്ക് ദാരിദ്ര്യം അനുഭവിച്ച് ജീവിച്ച 60 ആണ്ടുകൾ ദാരിദ്ര്യത്തിന്റെ ആ ഭൂമിയിൽ ജീവിച്ച പാവങ്ങൾക്ക് ഇന്ന് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സ്വപ്നങ്ങളുടേതുമായ പുതിയൊരു ഇന്ത്യ സൃഷ്ടിക്കുവാൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു. പാവങ്ങളുടെ വീട്ടിലേക്ക് അവന് നല്ല വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതി എത്തുന്നു. പാവങ്ങളുടെ അടുക്കളയിലേക്ക് പാചകവാതക സിലിണ്ടർ എത്തുന്നു. പാവങ്ങളുടെ കയ്യിലേക്ക് ലോൺ എത്തുന്നു. പാവങ്ങളുടെ കയ്യിലേക്ക് ഇൻഷുറൻസ് എത്തുന്നു. പാവങ്ങളുടെ കരങ്ങളിലേക്ക് കാർഷിക സമ്മാൻ നിധി എത്തുന്നു. പാവങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി എത്തുന്നു. അങ്ങനെ പാവങ്ങളെ തേടി നരേന്ദ്രമോദിയുടെ പദ്ധതികൾ പാവങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു പുതിയ ഇന്ത്യ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ കയ്യിൽ നിന്ന് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം സഫലമാകാൻ ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ ഭരിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നിരിക്കുന്നു. ഈ രാജ്യത്തിലെ 80 കോടി വരുന്ന ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ സായൂജ്യം ഉൾക്കൊള്ളാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഈ ഇന്ത്യ ഭരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ നാട്ടിലെ പാവങ്ങൾ ഇന്ന് സംതൃപ്തരാണ്. അവർക്ക് ജീവിതത്തിൽ പുതിയ സ്വപ്നങ്ങൾ വന്നിരിക്കുന്നു. അതിന് നേതൃത്വം നൽകിയ BJP. അതുകൊണ്ട് BJP ഇനി കാളവണ്ടി യുഗത്തിലേക്ക് ഇന്ത്യയെ നയിക്കുന്നു എന്ന് പറയാൻ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ആർക്കും സാധ്യമല്ലാത്ത അവസ്ഥ. അതാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന നേട്ടം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ രീതിയിൽ മുന്നേറുമ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും വിഘടനവാദികളെയും വിധ്വംസകവാദികളെയും രാജ്യദ്രോഹികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെയും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷത്തെയും തകർക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എറണാകുളം ജില്ലയിലെ ഇവിടെ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. ആലുവയിൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് അവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് നൽകിയിരിക്കുകയാണ്. ആ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആൾക്കാരാണ് അഭിമന്യു എന്ന് പറയുന്ന സഖാവിന്റെ ഇടനെഞ്ചിലേക്ക് കുത്തി ഇറക്കിയത്. പാലക്കാട്ട് സഞ്ജിത്ത് എന്ന് പറയുന്ന RSS പ്രവർത്തകനെ കൊലപ്പെടുത്തിയത് ഈ പോപ്പുലർ ഫ്രണ്ടുകാരാണ്. അതുപോലെ തന്നെ അങ്ങ് ആലപ്പുഴയിൽ നന്ദു എന്ന് പറയുന്ന 17കാരനെ കുത്തി വീഴ്ത്തിയത് ഈ പോപ്പുലർ ഫ്രണ്ടുകാരനാണ്. ആലപ്പുഴയിൽ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാത്ത ആ മനുഷ്യനെ കുത്തിക്കീറിയത് ഈ പോപ്പുലർ ഫ്രണ്ടുകാരനാണ്. ആ പോപ്പുലർ ഫ്രണ്ടുകാരൻ ആരാ ട്രെയിനിങ് നൽകുന്നത്? പിണറായി വിജയന്റെ പോലീസ്. പിണറായി വിജയന്റെ പോലീസാണ് പോപ്പുലർ ഫ്രണ്ടുകാരന് ട്രെയിനിങ് നൽകുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടുകാരന് ട്രെയിനിങ് ക്യാമ്പുകൾ നടത്താനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് പിണറായി വിജയന്റെ പോലീസാണ്. പിണറായി വിജയന്റെ പോലീസ് ആസ്ഥാനത്തിരിക്കുന്ന പോലീസുകാരൻ SDPIക്കാർക്ക് RSSകാരുടെ ഡേറ്റ കൊടുക്കുകയാണ്. RSSകാർ എപ്പോൾ ഏത് വഴി പോകുന്നു,
അവന്റെ ഫോൺ നമ്പർ എന്താണ്, അവൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അത്തരത്തിലുള്ള ഡേറ്റ SDPI-കാരന് കൊടുക്കുന്നു. എന്നിട്ട് അവരെ കൊല്ലുക എന്ന് പറയുന്ന പോലീസുകാരന്മാർ പിണറായി വിജയന്റെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുകയാണ്. അതൊക്കെ പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിലെ പോലീസിനകത്ത് പച്ച വെളിച്ചം എന്ന് പറയുന്ന തീവ്രവാദികളുടെ ഗ്രൂപ്പ് പ്രവർത്തിക്കുകയാണ്. ആ രീതിയിൽ കേരളം ഇന്ന് ഭീകരവാദികളുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു. ഈ ഭീകരവാദികളെ സംരക്ഷിച്ചുകൊണ്ട്, ഈ ഭീകരവാദികളെ പാലൂട്ടിക്കൊണ്ട് ഈ കേരളത്തെ മുഴുവൻ തന്നെ അപകടത്തിന്റെ മുൾമുനയിലാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും നിർത്തുന്നത്. മദനി എന്ന് പറയുന്ന ഭീകരൻ 1990-കളിൽ ബ്ലാക്ക് കാറ്റുകളും പോലീസിന്റെ അകമ്പടിയുമായിട്ട് ആ ഭീകരനായിട്ടുള്ള തീവ്രവാദി ഇവിടെയൊക്കെ നെകളിച്ചു നടന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ആ ഭീകരവാദിയുടെ കാലിൽ ചെന്ന് സാഷ്ടാംഗം വീഴുന്ന പിണറായി വിജയന്മാരെയും ഉമ്മൻചാണ്ടിയെയുമാണ് അന്ന് നമ്മൾ കണ്ടതെങ്കിൽ, ഈ രാജ്യത്ത് ദേശാഭിമാനമുള്ള ഒരു ഭരണകൂടം വന്നപ്പോൾ ആ ഭീകരവാദി ജയിലഴികൾക്കുള്ളിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായത് ഈ രാജ്യത്തെ ഭീകരവാദികൾക്കും ഭീകരവാദികളെ സംരക്ഷിക്കുന്നവർക്കും ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ള ഉത്തരമാണ് മദനി എന്ന് പറയുന്ന ഭീകരവാദി ഇന്ന് കിടക്കുന്ന ജയിലഴികൾ എന്ന് ഓർമ്മിപ്പിക്കുക. അതുപോലെ ഈ രാജ്യത്ത് ഭീകരത വളർത്തുന്ന ശക്തികൾക്കെതിരെ പ്രതികരിക്കും. കാരണം ഭീകരതയ്ക്ക് മതമില്ല. ഭീകരത എന്ന് പറയുന്ന മാനവികതയ്ക്കെതിരാണ്, മനുഷ്യ സമാജത്തിനെതിരാണ്, ഈ സമൂഹത്തിന് മുഴുവനെതിരാണ് ഭീകരത. ആ ഭീകരതയെ നശിപ്പിക്കണം. ജമ്മു കാശ്മീരിലെ ഭീകരതയെ നശിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ആസാമിലെയും മിസോറാമിലെയും ഭീകരവാദികളെ നശിപ്പിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ മാവോയിസ്റ്റ് ഭീകരവാദികളെ നശിപ്പിക്കാൻ സാധിച്ചു. ആ ഭീകരവാദികളെ നശിപ്പിച്ച നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന ഭീകരവാദികളെയും നശിപ്പിക്കും. എന്തിനെന്നറിയോ? എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാകാൻ. എന്റെയും നിങ്ങളുടെയും എന്ന് പറഞ്ഞാൽ BJP-ക്കാരുടെയും RSS-കാരുടെയും മാത്രമല്ല, ഇന്ന് ഭീകരവാദികളുടെ കാൽപാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുന്ന പിണറായി വിജയന്റെ പാർട്ടിക്കാരുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഇന്ന് ഭീകരവാദികളുടെ കാൽപാദം കഴുകി കുടിക്കുന്ന കോൺഗ്രസ് VD സതീശന്മാരുടെ പാർട്ടിക്കാരുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ആ കുഞ്ഞുങ്ങൾ പോകുന്ന സ്കൂളുകളിൽ നാളെ ബോംബ് പൊട്ടില്ല എന്ന് ഉറപ്പുവരുത്തണ്ടേ? ആ കുഞ്ഞുങ്ങൾ പോകുന്ന ട്രെയിനുകളിൽ നാളെ ബോംബ് പൊട്ടില്ല എന്ന് ഉറപ്പുവരുത്തണ്ടേ? ആ കുഞ്ഞുങ്ങൾ പോകുന്ന ബസ് സ്റ്റാൻഡുകളിൽ നാളെ ഭീകരവാദികളുടെ ബോംബ് വീണ് കരിഞ്ഞു പോകില്ല എന്ന് ഉറപ്പുവരുത്തണ്ടേ? ഈ നാട്ടിലെ ഭാവി തലമുറയെ സംരക്ഷിക്കാൻ ഈ നാടിനോട് പ്രതിബദ്ധതയുള്ള ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരികയാണ്. ഭീകരതയെ തകർക്കാൻ ആ ഭീകരതയെയും നമ്മൾ തകർക്കും. ഈ നാട്ടിലൊരു മാറ്റം അനിവാര്യമാണ്. ഈ നാട്ടിലെ മാറ്റം ഭീകരതയിൽ നിന്ന് മുക്തമായ ഒരു കേരളത്തിന്റെ മാറ്റമാണ്. ഈ നാട്ടിന്റെ മാറ്റം വികസനത്തിന്റെ പുതിയ പന്ഥാവ് സൃഷ്ടിക്കുന്ന നരേന്ദ്രമോദിയുടെ വികസന രഥത്തെ സ്വീകരിക്കുന്ന ഒരു പുതിയ കേരളത്തിന് വേണ്ടിയുള്ള മാറ്റമാണ്. ആ മാറ്റത്തിന് കാഹളം ഉയർത്തുവാൻ ഈ നാട്ടിലെ പ്രബുദ്ധമാർന്ന ജനതയ്ക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് 1000 അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ. ബോലോ ഭാരത് മാതാ കി അടുത്തതായി ജില്ലാ പ്രസിഡന്റ് ശ്രീ S. ജയകൃഷ്ണനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ റെജി പുലരി, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും എറണാകുളം ജില്ലയുടെ പ്രഭാരിയുമായ അഡ്വക്കേറ്റ് എസ്. സുരേഷ്, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതനായ മണ്ഡലം അധ്യക്ഷൻ ശ്രീമാൻ ജയകുമാർ വെട്ടിക്കാടൻ, ജില്ലാ സെക്രട്ടറി ശ്രീമാൻ E. T. നടരാജൻ, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KR രഞ്ജിത്ത്, MA സുരേന്ദ്രൻ, ശ്രീമാൻ ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ സെക്രട്ടറി ശ്രീമാൻ എൽദോസ്, മറ്റ് സമുന്നതരായ നേതാക്കന്മാരായ ഗ്രേസി, സജീവ് മലയങ്കീഴ്, അനിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അജി പൂക്കട, വിനോദ്,
അനിഷ, ബിജു, മറ്റ് സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. സ്വയം ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ച് കോടതി ഉത്തരവിൻ പ്രകാരം ഇവിടെ ഓഫീസ് തുറന്നു വച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ മൂക്കടിച്ച് തകർക്കുകയും അത് തടയാൻ ശ്രമിച്ച പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തുകൊണ്ട് ഒരു യുദ്ധകാഹളം മുഴക്കിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സത്യത്തിൽ ഞാൻ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കമ്മ്യൂണിസത്തിന്റെ അവസ്ഥ. ഒരു കാലത്ത് ലോകത്തെമ്പാടും സോഷ്യലിസം, കമ്മ്യൂണിസം, മാർക്സിസം, ലെനിനിസം എന്നൊക്കെ പറഞ്ഞ ആളുകളെല്ലാം വലിയ ആവേശത്തോടുകൂടി കമ്മ്യൂണിസത്തെ പുകഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്ന കാലമായിരുന്നു. ലോകമെമ്പാടും ലോകത്തിന്റെ മൂന്നിൽ രണ്ട് രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് വസന്തം എത്തിച്ചേർന്നു എന്നാണെന്ന് പറഞ്ഞിരുന്നു. സോവിയറ്റ് റഷ്യയിൽ നിന്നെല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് ധാരാളം ജേർണലുകൾ അച്ചടിച്ച് നമ്മുടെ പാവപ്പെട്ട സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, ജനങ്ങൾക്കൊക്കെ വിതരണം ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോ കമ്മ്യൂണിസത്തിന്റെ അവസ്ഥ ലോകമെമ്പാടും ചിന്തിച്ചാൽ ഒരു നൂറ്റാണ്ട് പോലും പൂർത്തീകരിക്കാനാവാതെ ലോകത്ത് കമ്മ്യൂണിസം മരിച്ചു മണ്ണടിഞ്ഞ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് വസന്തം എത്തിച്ചേർന്നു എന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാതെ മറ്റു രാജ്യങ്ങളോട് കൈ പിച്ചയെടുക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പ്രായോഗികമായി കമ്മ്യൂണിസം ഒരു രാജ്യത്തും വിജയിച്ചില്ല എന്നുള്ളതാണ് ലോകത്ത് കമ്മ്യൂണിസത്തിന്റെ അവസ്ഥ. ഇന്ത്യയിലേക്ക് വരുമ്പോ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റു ആയിരുന്നു. ആഫ്റ്റർ നെഹ്റു EMS, നെഹ്റുവിന് ശേഷം ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് EMS ആണ്, EMSന്റെ പാർട്ടിയാണെന്ന് പറഞ്ഞ വലിയ മുദ്രാവാക്യം ഉണ്ടായിരുന്നു. AK ഗോപാൽ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പ്രതിപക്ഷ നേതാവായി വിലസിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ലോകമെമ്പാടും മരിച്ച് മണ്ണടിഞ്ഞ പോലെ കമ്മ്യൂണിസവും ഇന്ത്യയിൽ മരിച്ചു മണ്ണടിഞ്ഞ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്ന് പതിറ്റാണ്ട് ഭരണം കൈയാളിയിരുന്ന പശ്ചിമ ബംഗാൾ, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം തുടച്ചു നീക്കപ്പെട്ടു. അവസാനം ഈ കൊച്ചു കേരളത്തിൽ ഒരു കടലിനോട് ചേർന്നുള്ള കൊച്ചു പ്രദേശത്ത് ഇന്ന് കമ്മ്യൂണിസം വന്ന് അടിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഒരു ചെറിയ വീശലോടുകൂടി ഒരൊറ്റ കാറ്റിൽ ഈ കമ്മ്യൂണിസം കടലിൽ മുങ്ങിത്താഴുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വീരന്മാരാണ് ഇവിടെ നിന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രസംഗം നടത്തുമ്പോൾ പറഞ്ഞത് BJPക്ക് ഈ കോതമംഗലത്ത് വോട്ട് കുറഞ്ഞു പോയി. ഈ ബഹുമാന്യ സുഹൃത്തെ, അങ്ങയോട് പറയാനുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന 5 മണ്ഡലങ്ങളിൽ 5 സംസ്ഥാനങ്ങളിൽ BJP 4 സംസ്ഥാനങ്ങളിൽ ജയിച്ച സ്ഥലത്ത് ആ സ്ഥലത്തെല്ലാം കിട്ടിയ വോട്ട് കണക്ക് കൂട്ടിയെടുത്താൽ ഈ വാർഡിൽ BJPക്ക് കിട്ടിയ വോട്ട് നിങ്ങളുടെ കയ്യിലില്ല. ഈ വാർഡിൽ ഇന്ത്യയിൽ ആകമാനം എടുത്ത മുഴുവൻ, കേരളം ഒഴിച്ചുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും കൂടി കണക്കെടുത്ത് കണക്ക് കൂട്ടി വെച്ചാൽ, അതിന്റെ എല്ലാം മൊത്തത്തിലുള്ള കണക്കെടുത്താൽ BJPക്ക് കോതമംഗലം മണ്ഡലത്തിൽ കിട്ടിയ വോട്ടിന്റെ അത്ര ഉണ്ടാവില്ല. ആ പാർട്ടിക്കാരനാണ് BJPക്ക് വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീര് വാർക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും, BJPയുടെ വോട്ടിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ BJPയെ വിലയിരുത്താൻ വേണ്ടി നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 50 വർഷക്കാലമായി കേരളത്തിൽ ആകമാനം CPMമായി യുദ്ധം ചെയ്തുകൊണ്ട് വളർന്നു വന്ന പാർട്ടിയാണ്. ആ ചങ്കുറപ്പ് ഒരല്പം പോലും BJPക്ക് കുറഞ്ഞിട്ടില്ല എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അല്പം പോലും കുറഞ്ഞിട്ടില്ല. ഏത് തരത്തിലുള്ള സാഹചര്യത്തെ നേരിടാനും തയ്യാറായിക്കൊണ്ടാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1980 രൂപപ്പെട്ട പാർട്ടി, നാളെ പാർട്ടിയുടെ സ്ഥാപന ദിനമാണ്. 4 വർഷം കഴിഞ്ഞ് 1984 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ
BJPക്ക് 2 സീറ്റേ ജയിക്കാൻ സാധിച്ചു. BJPയുടെ അന്നത്തെ പ്രസിഡന്റ് പോലും തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. അവിടെ നിന്നാണ് ഈ പാർട്ടി വളർന്ന് വലുതായി. ഇന്ത്യയിൽ നിന്ന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ ആ 2 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് ആരംഭിച്ച പാർട്ടിയാണെന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വലിയ വായിൽ ഇവിടെ പ്രസംഗം നടത്തി വിലക്കയറ്റത്തെക്കുറിച്ചും നരേന്ദ്രമോദിയുടെ ദുർഭരണത്തെക്കുറിച്ചും ഇന്ധന വർധനവിനെ കുറിച്ചും എന്തൊരു രസകരമായിട്ടാണ് അവതരിപ്പിച്ചത് പാർട്ടി നേതാക്കന്മാർ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇന്ധന വർധനവിന് തത്തുല്യമായിട്ടുള്ള നിലയിൽ നികുതി കുറച്ചല്ലോ. എന്താ കേരളത്തിലെ ആളുകൾക്ക് ഇതൊന്നും പറ്റില്ല? കേരളത്തിലെ CPM ഭരിക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോൾ വില വർധനവിനെതിരെ സമരം നടത്തിയ പാർട്ടിയല്ലേ CPM. അവർ പുറത്തു പറഞ്ഞത് 28-29 തീയതികളിൽ നടന്ന സമരം മുഴുവൻ പെട്രോളിന്റെ വില വർധനവിന് വേണ്ടിയിട്ടായിരുന്നു എന്നാൽ. അങ്ങനെയുള്ള പാർട്ടി എന്തുകൊണ്ടാണ് നികുതി കുറയ്ക്കാത്തത്? അപ്പോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സമര നാടകങ്ങളുമായിട്ടാണ് ഇവിടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ സമര നാടകങ്ങളാണ്. BJP ഇന്ത്യയിൽ ഏറ്റവും പാവപ്പെട്ടവന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഇന്ത്യയിൽ ഒരേ ഒരു സർക്കാരെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഭക്ഷണം, പാർപ്പിടം, അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരേ ഒരു പാർട്ടി ഇന്ത്യയിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർട്ടിയാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിസ്ഥാന നിർദ്ദേശം, അടിസ്ഥാന ആശയം ഏറ്റവും അവസാനത്തെ വരിയിൽ നിൽക്കുന്ന അവസാനത്തെ ആളുടെ ക്ഷേമം ഉറപ്പാക്കണമെന്നാണ്. അതുകൊണ്ടാണ് ആ തത്വചിന്തയേറിയ ഭരണ സംവിധാനം ഉണ്ടായ സമയത്ത് ഈ രാജ്യത്ത് എല്ലാവർക്കും വീടുണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. ഈ രാജ്യത്ത് ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. ഈ നാട്ടിൽ ആരും ആരോഗ്യമില്ലാത്തവരുണ്ടാവാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. ഈ രാജ്യത്ത് എല്ലാവർക്കും ക്ഷേമം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. ഈ നാട്ടിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ, പാവപ്പെട്ടവർ, സ്ത്രീകൾ, കുട്ടികൾ, ദളിത് സമൂഹത്തിൽപ്പെട്ടവർ, അവർക്കെല്ലാം ക്ഷേമം ഉണ്ടാകാനുള്ള പദ്ധതികളാണ് ഭാരതീയ ജനതാ പാർട്ടി ആവിഷ്കരിച്ചത്. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടി. നേരത്തെ ഉദ്ഘാടക പ്രസംഗം പറഞ്ഞതുപോലെ ഇന്ത്യയിൽ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ MP-മാരുള്ള MLA-മാരുള്ള പാർട്ടിയാണിത്. ഈ പാർട്ടി അധികാരത്തിൽ വന്നപ്പോ, ആദ്യത്തെ അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ പ്രസിഡന്റിനെ തീരുമാനിക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോ ഒരു മുസ്ലിമിനെ പ്രസിഡന്റാക്കി തീരുമാനിച്ചു. രണ്ടാമത് നരേന്ദ്ര ദാമോദർദാസ് മോഡിയുടെ ഭരണം വീണ്ടും വന്ന സമയത്ത് വീണ്ടും പ്രസിഡന്റിനെ നിശ്ചയിക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോ ഒരു ദളിതനെ പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചു. ഏത് പാർട്ടി ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ മുഴുവൻ തെരുവിൽ തല്ലിച്ചതയ്ക്കുന്ന ഈ പാവപ്പെട്ട ജനങ്ങൾ ദളിതന്മാരുടെ പാർട്ടി എന്ന് പറയുന്ന CPM-ന്റെ പൊളിറ്റ് ബ്യൂറോയിൽ ഏതെങ്കിലും ഒരു ദളിതനുണ്ടോ? ഏതെങ്കിലും ഒരാളുണ്ടോ? 100 വർഷം പിന്നിട്ട പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി എന്ന് നിങ്ങൾ പറയുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള അധികാര കേന്ദ്രത്തിൽ ഒരു ദളിതന് അവസരം കൊടുക്കാതിരുന്നത്? നിങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെയുള്ള ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണ്? അല്ലല്ലോ, നിങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. എന്നിട്ടും നിങ്ങൾ അത്തരത്തിലുള്ള ആളുകൾക്ക് അവസരം കൊടുക്കാതിരിക്കുന്നത് ആ ദളിത് സമൂഹത്തോടുള്ള നിങ്ങളുടെ മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്ര ദാമോദർദാസ് മോഡിയാണ്. ഏത് തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടാൻ കരുത്തുള്ള പാർട്ടിയാണ്. അതുകൊണ്ടല്ലേ കാശ്മീരിൽ സമാധാനം ഉണ്ടായത്. 30 വർഷം തെരുവിൽ യുദ്ധം ചെയ്തുകൊണ്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആ രാജ്യം വിട്ടു പോകേണ്ടതാകുന്ന കാശ്മീരി പണ്ഡിറ്റുകളെ മുഴുവൻ പുനരധിവസിപ്പിച്ചില്ലേ? അവിടെ 30 വർഷം പൂട്ടിക്കിടന്ന ക്രിസ്ത്യൻ ദേവാലയം തുറന്നു പ്രവർത്തിപ്പിച്ചില്ലേ? ഇവിടെ പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന, അവർക്ക് സഹായം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളാണ് പറഞ്ഞത് BJP-കാരനല്ല പറഞ്ഞത്. രാജ്യത്ത് നിന്ന് BJP സ്ഥാനത്തിന്റെ അധികാര കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് റിട്ടയർ ചെയ്യുന്നതിന്റെ തലേ ദിവസം പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞതാണ് DGP ലോക്നാഥ് ബെഹ്റ. ഇത്രയും ദിവസം ഇവിടെ അദ്ദേഹം അത്രയും ദിവസം എവിടെയായിരുന്നു? ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്, തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ISIS-ന്റെ പ്രവർത്തനം ഈ രാജ്യത്തുണ്ട്, പോലീസുകാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെല്ലുകളുണ്ട്, 30,000-ത്തിലധികം വരുന്ന ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞത് ആരാണ്? അപ്പൊ ഭരണകൂടം സഹായിക്കുന്നിടത്തെല്ലാം ഭീകരവാദം നിലനിൽക്കുന്നു. ഇന്ത്യയിൽ 2 സംസ്ഥാനത്തെ ഭീകരവാദമുള്ളൂ.
ഒന്ന് പിണറായി വിജയൻ ഭരിക്കുന്ന CPM ഭരിക്കുന്ന കേരളത്തിലും, മറ്റൊന്ന് തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന മമതാ ബാനർജി ഭരിക്കുന്ന പശ്ചിമ ബംഗാളിലും. ഈ രണ്ട് സ്ഥലത്തും തീവ്രവാദികൾക്ക് എല്ലാവിധത്തിലുള്ള ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് പോലീസ് സംവിധാനമാണ്. നേരത്തെ പറഞ്ഞല്ലോ, അവിടെ PFIക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ അഗ്നിശമന സേന ഉദ്യോഗസ്ഥന്മാർ പോലീസുമാണ്, പോലീസിന്റെ അനുവാദത്തോടുകൂടി. BJPക്കാർ സമരം ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇതെല്ലാം ഈ രാജ്യത്ത് സ്വമേധയാ നടന്നു പോയിക്കൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനരോഷമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളയെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായി ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരം നിങ്ങൾ നടത്തിക്കോ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. സമരം നടത്തോ, സമരാഭാസം നടത്തോ, എന്തുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. കേരളത്തിലെ അഖിലേന്ത്യാ സമരം എന്ന് പറഞ്ഞാൽ, ആഗോള സമരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇട്ടാവട്ടത്ത് മാത്രം ലുലുമാൾ ഒഴിവാക്കിയിട്ടുള്ള സമരമൊക്കെ നിങ്ങൾ നടത്തിക്കും, ഒരു വിരോധമില്ല, ഞങ്ങൾക്ക് ആർക്കും വിരോധമില്ല. പക്ഷേ BJPക്കാരൻ്റെ നെഞ്ചത്ത് കയറാനാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ അത് അതിശക്തമായിട്ടുള്ള ഭാഷയിൽ പ്രതികരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി ജില്ലാ സെക്രട്ടറി ശ്രീ E.T. നടരാജൻ ചേട്ടനെ ക്ഷണിക്കുന്നു. ബഹുമാനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, പാർട്ടിയുടെ ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ ജയേഷ്ണൻജി, സംസ്ഥാന സെക്രട്ടറിയും എറണാകുളം ജില്ലയുടെ പ്രഭാരിയുമായ ശ്രീ സുരേഷ് ജി, മറ്റ് വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമസ്കാരം. വളരെ അസാധാരണമായ ഒരു നിമിഷത്തിലാണ് ഈ തരത്തിലൊരു യോഗം ഇന്ന് നാം ചേരുവാനുണ്ടായ സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ കോതമംഗലത്തിന്റെ ചരിത്രത്തിൽ ഈ തരത്തിൽ ഹർത്താലുകൾ നടത്തി പണിക്കുമുടക്കുകൾ പ്രഖ്യാപിച്ച് ആ പണിമുടക്കിന്റെ പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലി തടഞ്ഞ് അവരെ ദേഹോദ്രവമേൽപ്പിച്ച് ആ തരത്തിൽ പ്രതികരിച്ച ഒരു കാലഘട്ടവും കോതമംഗലത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനെല്ലാം ഘടകവിരുദ്ധമായി 28-ാം തീയതി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി പിണ്ടിമറയിൽ ഒരു പറ്റം ഗുണ്ടകൾ ചേർന്ന് നടത്തിയ ആ തേരോട്ടം, ഇല്ലെങ്കിൽ ആ അക്രമ സംഭവങ്ങളെ അപലപിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗം കൊണ്ട് നാം ഉദ്ദേശിച്ചത്. ഇതിനു മുമ്പ് അന്നേ ദിവസം തന്നെ നാം ഒരു പ്രതിഷേധ പ്രകടനം നടത്തി. അതിനുശേഷം ആ പ്രതിഷേധ പ്രകടനത്തിൽ നമുക്ക് പറയാനുള്ളത് വളരെ ഭംഗിയായി ഈ നാട്ടിലെ ജനങ്ങൾ കേൾക്കെ ഭാരതീയ ജനതാ പാർട്ടി വളരെ വ്യക്തമായും ശക്തമായും പറഞ്ഞിരുന്നു. ഇവിടെ നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണയാളുകൾ ഈ സെക്രട്ടറി പഞ്ചായത്ത് ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ള ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ തന്നെ പഞ്ചായത്ത് ഓഫീസിലെ CC ക്യാമറ ഓഫ് ചെയ്തുകൊണ്ട്, CC ക്യാമറ ഓഫ് ചെയ്ത് അക്രമം നടത്താനുള്ള അവസരമുണ്ടാക്കി കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ആ സെക്രട്ടറിക്ക് അതിക്രൂരമായ തരത്തിൽ മർദ്ദനമേൽക്കേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടായത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. അന്നേ ദിവസം, അതിന്റെ തലേ ദിവസം കൃത്യമായി CC ക്യാമറ ഓഫ് ചെയ്യണമെങ്കിൽ അത് വളരെ ആസൂത്രിതമായി ഗൂഢാലോചനയുടെ ഫലമായി അല്ല എന്ന് പറയാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക് ആ തരത്തിൽ ക്യാമറ ഓഫ് ചെയ്യുവാനായി ശ്രമിച്ച വ്യക്തികളെ കണ്ടെത്തി നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പിക്കറ്റിംഗ് നടത്തിയത്. ഇവിടെ നമുക്കെല്ലാം അറിയാം, ബിജു പി നായർ എന്ന് പറയുന്ന
കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ബിജി പി നായർ, അദ്ദേഹത്തിന്റെ ഭാഷകൾ ഈ നാട്ടിൽ ഇപ്പോ സുലഭമായി വാട്സപ്പിലൂടെ നടക്കുന്നുണ്ട്. ആ വ്യക്തിയെ കുറിച്ച് ഈ നാട്ടിലുള്ള ആളുകളുടെ അഭിപ്രായം നമുക്കറിയാം. പക്കാ ക്രിമിനൽ, ഒരു ഗുണ്ടാ തലവൻ, ഈ നാട്ടിലെ കള്ളുകുടിയന്മാരുടെയും കഞ്ചാവ് വലിക്കാരുടെയും മയക്കുമരുന്ന് ഉപയോക്താക്കളുടെയും അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അവരുടെ കയ്യൂക്കിന്റെയും അവരുടെ പിൻബലത്തിന്റെയും പേരിൽ ഈ നാട്ടിലെ ജനങ്ങളെ ഭയപ്പെടുത്തി കൊണ്ടു നടക്കുന്ന ഒരു ഗുണ്ടാ നേതാവ് ഈ ബിജു എന്ന് പറയുന്ന വ്യക്തി. നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാം. ആ വ്യക്തി ഇവിടെ കാട്ടിക്കൂട്ടിയ ആ തെമ്മാടിത്തത്തിന് ആ പാവം പഞ്ചായത്ത് സെക്രട്ടറിയാണ് അനുഭവിക്കേണ്ടി വന്നത്. അദ്ദേഹത്തിന് അതിദാരുണമാം വിധം നമുക്കെല്ലാവർക്കും അറിയാം. മനോജ് എന്ന് പറയുന്ന തൃപ്പൂണിത്തറയിലെ പുതിയ കാവിൽ താമസിക്കുന്ന ആ മനോജ് എന്ന് പറയുന്ന വ്യക്തിയെ അതിദാരുണമാം വിധം അക്രമാസക്തമായ ഒരു കൂട്ടം ആളുകൾ ഓടിച്ചെന്ന് ഈ ബിജുവിന്റെ നേതൃത്വത്തിൽ അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി. നമ്മളെല്ലാം കണ്ടു അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെന്റ്, നമ്മളെല്ലാം TV ദൃശ്യങ്ങളിലൂടെ നമ്മൾ കേട്ടു. ഈ സാഹചര്യത്തിൽ ദേശസ്നേഹമുള്ള അദ്ദേഹത്തിന്റെ കരച്ചില് കേട്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ കരച്ചില് കേട്ട് വലിയ വായിലുള്ള നിലവിളി കേട്ടുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ചില പാർട്ടി പ്രവർത്തകർ അവർ ഓടി ആ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇദ്ദേഹത്തെ ചവിട്ടിക്കൂട്ടി താഴേട്ട് അതിദാരുണമായ രംഗം, മൂക്കിൽ നിന്ന് രക്തം വാർന്നു വന്ന് ആ കസേരയിൽ നിന്ന് തള്ളിയിട്ട് ആ വീണ സ്ഥലത്തിട്ട് ചവിട്ടി ആ മൂലയ്ക്ക് വളഞ്ഞുകൂടിയിരിക്കുന്ന ആ മനോജ് എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്നത്. ആ വ്യക്തിയെ കാണുന്നത് അങ്ങനെയാ. നമ്മുടെ പാർട്ടി പ്രവർത്തകര് നിലവിളി കെട്ട് ഓടി ആ ഓഫീസ് ഹാളിലേക്ക് കയറി ചെല്ലുമ്പോ ഒരു മൂലയിൽ ആ ഓഫീസിന്റെ കസേരയെല്ലാം മറിഞ്ഞു കിടക്കുന്നു. മൂക്കിലൂടെയും വായിലൂടെയും രക്തമൊലിപ്പിച്ച് ഒരു മൂലയിൽ വളഞ്ഞുകൂടി നിവരാൻ പോലും ശേഷിയില്ലാതെ വളഞ്ഞുകൂടിയിരിക്കുന്ന ശ്രീ മനോജ് എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥനെ കാണുന്നത്. അവിടെ എന്താ സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. മൂന്ന് പോലീസുകാർ ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു. 3 പോലീസുകാർ ഡ്യൂട്ടി അവിടെ നോക്കുന്ന സമയം ഈ അക്രമികൾ വരുന്ന സാഹചര്യം അറിഞ്ഞ് കൃത്യമായി ഇവരുടെ തിട്ടൂരമനുസരിച്ച്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തിട്ടൂരമനുസരിച്ച് ആ പോലീസുകാരിൽ 2 പേര് ഭക്ഷണം കഴിക്കാനെന്നുള്ള വ്യാജന അവിടുന്ന് മാറിപ്പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ഗുണ്ടകൾ തിരിച്ചു വരുമ്പോ ആ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് ഒരേ ഒരു പോലീസുകാരൻ. ഈ മനോജ് എന്ന് പറയുന്ന അദ്ദേഹത്തെ മർദ്ദിക്കുന്നു കാണുന്നു. പോലീസ് ഓടിച്ചെല്ലുന്നു, അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു തിരിക്കുന്നു, അദ്ദേഹത്തിനെ അടിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ നാട്ടിലെ നീതിയും നിയമവും നടപ്പിലാക്കേണ്ട പിണറായി വിജയന്റെ പോലീസുകാർക്ക് കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളുടെ മർദ്ദനമേൽക്കുന്ന സാഹചര്യമൊന്നും ഒറ്റ കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. കാരണം എന്താ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി, പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയുന്നു, DSP അടക്കമുള്ളവർ ഇവിടെ പിണ്ടിമനയിൽ എത്തിച്ചേരുന്നു. ആ സമയത്ത് ബിജു പി നായർ ഞാനാണ് ഇവിടുത്തെ ഗുണ്ടാ നേതാവ് എന്ന് പറഞ്ഞ് മസല് പിടിച്ച് സഹാക്കളുടെ നടുക്ക് ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുക നമ്മളെല്ലാം കണ്ടു. കോതമംഗലത്ത് പോലീസുകാർക്ക് ശൗര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. CI ബേസിലിന്റെ നേതൃത്വത്തിലുള്ള അവരുടെ കുത്തിരി പിടിച്ച് വലിച്ച് ആ ജീപ്പില് കയറ്റിയിട്ടുകൊണ്ട് പോകുന്ന സീൻ നമുക്ക് കാണാൻ പറ്റി. ഞങ്ങൾക്ക് പോലീസുകാരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുന്ന സമയത്ത് 60% നീതിയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാർക്കും ബാക്കി 40% നീതി മറ്റുള്ള പൊതുജനങ്ങൾക്കും കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ തിട്ടൂരമനുസരിച്ച് ഭരണം നടത്തുന്ന, നിയമം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഈ തരത്തിലുള്ള ചുണക്കുട്ടന്മാർ ഉണ്ടായി വരുന്നത് അഭിമാനകരമായ കാര്യം തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കാണിച്ച ആ ധീരമായ നടപടിക്കൊപ്പം തന്നെ ഇതിൽ പങ്കാളികളായിട്ടുള്ള നിരവധി 15ഓളം ക്രിമിനലുകളുണ്ട്. 1-2 പേരല്ല, 15ഓളം പേര് ചേർന്നിട്ടാണ് ആ ഓഫീസ് അടിച്ചു പൊളിച്ച്
ആ പാവം മനോജ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതും അതിനൊപ്പം അയാളുടെ നിലവിളി കേട്ട് അയാളെ സഹായിക്കാനായി ഓടിച്ചെന്ന പാർട്ടി പ്രവർത്തകരെ മർദ്ദിച്ച ഏതാണ്ട് 15ഓളം ഗുണ്ടകള് ഇപ്പോഴും ഇതിലെ വിലസി നടക്കുകയാണ്. പോലീസ് അവരെ നിയമപരമായി കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ, നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ, ഭാരതീയ ജനതാ പാർട്ടിയിലെ ചുണക്കുട്ടന്മാർ ഈ പിണ്ടിമനയിലുണ്ട്. അവര് തിരിച്ചറിഞ്ഞ് വേണ്ട ശിക്ഷാ നടപടികൾ വിധിക്കുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ ഈ ഗ്രാമത്തിന്റെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ആ ഒരു സാഹചര്യത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ തള്ളിവിടരുത് എന്നാണ് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ വന്ന് പ്രസംഗിച്ചു. ഇവിടെ ജില്ലാ അധ്യക്ഷൻ അതിന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് ലോകസഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ ലോകസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അതിന് മുന്നിലത്തെ തെരഞ്ഞെടുപ്പിൽ ജോയിസ് ജോർജ് ജയിച്ചു പോയത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഈ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച ജോയിസ് ജോർജ് മത്സരിച്ച് ജയിച്ചത് 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. 40,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഈ പ്രാവശ്യം ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന ഇപ്പോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഇവിടുന്ന് ജയിച്ച MP 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. എവിടെയാ സഹാക്കളെ നിങ്ങൾക്കുണ്ടായിരുന്ന വോട്ട്? അത് നിങ്ങൾ എന്ത് വിലയ്ക്കാ കൊടുത്തത് എന്ന് പറഞ്ഞതിന് ശേഷം BJPയുടെ അക്കൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നാൽ മതി. സ്വന്തം കണ്ണിലെ കരട് എടുത്ത് കളഞ്ഞിട്ട് ആ വോട്ട് വിറ്റ് കാശ് മേടിച്ച ആളുകളൊക്കെ ആരാണെന്നറിയാം. അങ്ങനെ വോട്ട് വിറ്റ് കാശ് മേടിച്ച ആളുകളെ നിങ്ങൾ തന്നെ മുൻ MLA അടക്കം പെരുമ്പാവൂരിന്റെ മണ്ണിൽ പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കി മാറ്റി നിർത്തിയിട്ടില്ലേ? വോട്ട് വിറ്റ പാരമ്പര്യമൊന്നും BJPക്കില്ല. വോട്ടിൽ ക്ഷീണം പറ്റാറുണ്ട്. അത് വിൽക്കുന്നത് കൊണ്ടല്ല. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന കണക്കുകൾ ഈ കേരളത്തിന്റെ മണ്ണിൽ വേണ്ട ഈ കോതമംഗലത്തിന്റെ മണ്ണിൽ നിരത്തിയാൽ നാണം കെട്ട് തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഈ പ്രസംഗിച്ച നേതാക്കളൊക്കെ തിരികെ വീട്ടിൽ പോകേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചരിത്രമൊന്നും കമ്മ്യൂണിസ്റ്റുകാര് ഇവിടെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ അഴിഞ്ഞാട്ടം, കഞ്ചാവും മയക്കുമരുന്നും മദ്യവും കൊടുത്ത് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ഈ തമ്മിത്തല്ലിനും ലഹളയ്ക്കും ഇറക്കി വിടുന്ന ഈ സ്വഭാവം ബിജു പി നായരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സ്വഭാവം അനുവദിച്ചു കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ആ തരത്തിലുള്ള ആളുകളെ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നിലേക്ക് വരാൻ ശ്രമിക്കേണ്ട. കാരണം ഭാരതീയ ജനതാ പാർട്ടി ജന്മം കൊണ്ട കാലം മുതൽ നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ കുറെ ശ്രമിച്ചതാ ഞങ്ങളെ അടിച്ചൊതുക്കാനും ഇല്ലായ്മ ചെയ്താനും. നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമായി ഇനി നിങ്ങൾ മൂക്കട്ട ഒലിപ്പ് മാറാത്ത നിങ്ങൾ വന്ന് ഇന്ന് ഭാരതം ഭരിക്കുന്ന പാർട്ടിയായി മാറിയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ ഭയപ്പെടുത്താൻ വരുന്നത്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഈ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ തരത്തിലുള്ള വിരട്ടലൊന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ അടുത്തേക്ക് എടുക്കണ്ട എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമര പരിപാടിക്ക്, ഈ പ്രതിഷേധ യോഗത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. അടുത്തതായി മണ്ഡലം അധ്യക്ഷൻ ശ്രീ ജയകുമാർ വെട്ടിക്കാടിനെ ക്ഷണിക്കുന്നു. നമ്മുടെ യോഗം സമയം അതിക്രമിച്ചിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്ന് യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന പിണ്ടിമന പഞ്ചായത്ത് സമിതിയുടെ ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ റെജി പുലരി, യോഗം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ബഹുമാന്യനായിട്ടുള്ള സുരേഷ് ഏട്ടൻ, ഇന്ന് ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ S ജയകൃഷ്ണൻ അവർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയങ്കരായിട്ടുള്ള നേതാക്കന്മാരെ, പാർട്ടി പ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ മലയാള ഭാഷ കൊണ്ട് അമ്മാനമാടുന്ന പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ
ഒരു പ്രസംഗിച്ച വേദിയിൽ മറ്റൊന്നും ഇനി കൂടുതൽ പറയാനില്ല. എങ്കിൽ കൂടിയും ഈ പിണ്ടിമനയുടെ പ്രാദേശികമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒന്ന്, ഇവിടെ സ്വാഗത പ്രസംഗികനും അതോടൊപ്പം തന്നെ അധ്യക്ഷ ഭാഷണം നടത്തിയ പ്രിയപ്പെട്ട റെജി പുലരിയും പറഞ്ഞൊരു കാര്യമുണ്ട്, ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. വളരെ ഗൗരവമേറിയൊരു കാര്യമാണ്. ഇന്നലെ ഇതേ വേദിയിൽ ഇതേ സ്ഥലത്ത് CPM-ന്റെ ഒരു സമ്മേളനം നടന്നിരുന്നു. ഒട്ടനവധി ആളുകൾ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ആ പങ്കെടുത്ത ആളുകളിൽ ഈ മുത്തൻകുഴിയുടെ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ പരിസരത്തുണ്ടായിരുന്ന എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയുള്ള CPM-ന്റെ ആളുകളൊക്കെ എവിടെ പോയിരുന്നു? ഇന്നലത്തെ പ്രകടനത്തിൽ CPM-ന്റെ ആളുകൾ എന്തുകൊണ്ടാണ് മാറി നിന്നത്? കഴിഞ്ഞ തവണയും ഒരു പ്രതിഷേധ പ്രകടനം അവർ നടത്തിയിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഈ മുത്തൻകുഴി കവലയും അതോടനുബന്ധിച്ചുള്ള CPM-ന്റെ പ്രവർത്തകരും ഈ പരിപാടികളിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കപ്പെടണം. എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടത്തെ CPM-ന്റെ ബഹുമാന്യരായിട്ടുള്ള മാന്യത പുലർത്തുന്ന സമൂഹ മധ്യത്തിൽ മാന്യത പുലർത്തുന്ന ഒരു പ്രവർത്തകനും ഈ പ്രവൃത്തിയുമായിട്ട് അവരുടെ ലോക്കൽ സെക്രട്ടറി നടത്തിയിട്ടുള്ള ഈ നീചവും നിഷ്ഠൂരമായിട്ടുള്ള മാന്യമല്ലാത്ത ഈ പെരുമാറ്റത്തിൽ അസംതൃപ്തിയുള്ളത് കൊണ്ട് ഇവിടുത്തെ ഒരു പ്രവർത്തകരും ഈ പ്രദേശത്തെ ഒരു പ്രവർത്തകരും ആ പരിപാടികളിൽ പങ്കെടുക്കാൻ 1, 2, 3, 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ മുത്തൻകുഴിയില് ഹർത്താൽ നടത്താൻ, ബന്ദ് നടത്താൻ, കടയടപ്പിക്കാൻ വരുന്ന ഇവിടുത്തെ അരുവപ്പാടത്തെ സഖാക്കളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അവരോട് ചോദിക്കുകയാ, എന്താ അരുവപ്പാടത്ത് അളപ്പിക്കാതെ ഇങ്ങോട്ട് വരുന്നത്? ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ, ഇവിടുത്തെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ വരാനിരിക്കുന്ന ഇത്തരം സമയങ്ങളില് കടയടപ്പിക്കാൻ വരുന്ന സഖാക്കന്മാരോട്, അരുവപ്പാടത്ത് നിന്ന് വന്നവരോട് നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, അവിടെ നിങ്ങൾ കടയടപ്പിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? അങ്ങനെയല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളില് ഇത്തരത്തിലുള്ള സഖാക്കന്മാരുടെ വിളയാട്ടങ്ങൾ ഇവിടെ നടത്താൻ നിങ്ങൾ അനുവദിക്കരുത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തിയത് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഒരു CPM-ന്റെ സാധാരണ പ്രവർത്തകനല്ല, ഒരു ലോക്കൽ സെക്രട്ടറി അല്ല. ഒരു ലോക്കൽ സെക്രട്ടറി ആണെങ്കിലും അദ്ദേഹത്തിന്റെ നിലവാരമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിലും മുതിർന്നൊരു നേതാവ് ഇവിടെ വന്നു നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ പച്ചക്കള്ളം ജനങ്ങളോട് വിളിച്ചു പറയുന്നത് എന്ന് നമുക്ക് അതിശയം തോന്നിപ്പോവുകയാ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആ പഞ്ചായത്തിന്റെ സെക്രട്ടറി പെട്ടെന്ന് മൂക്കും കുത്തി മദ്യക്കുപ്പി പൊട്ടിയതിന്റെ മുകളിലേക്ക് വീണത് കൊണ്ടാണ് മൂക്കിന്റെ പാലം മുറിഞ്ഞതെന്ന് പറഞ്ഞ് ആരെയാണ് അദ്ദേഹം വിശ്വസിപ്പിക്കുന്നത്? എനിക്കറിയില്ല. അതേപോലെ തന്നെ ഇവിടെ മദ്യപിച്ചു എന്ന് പറയുന്നത് ഒരാള് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് റെജി പുലരിയ. ഈ റെജി പുലരി ഈ നാട്ടിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഈ മുത്തൻകുഴി കവലയിൽ നിരന്തരമായി ബന്ധപ്പെട്ട് ആ ഒരു ബിസിനസ്സുമായി നടക്കുന്നയാളാ. അതുപോലെ തന്നെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി അഖിലുണ്ട്. അതോടൊപ്പം തന്നെ RSSന്റെ ഗുണ്ടകൾ എന്ന് പറഞ്ഞവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാം പ്രചരിപ്പിച്ച ഏതെങ്കിലും ഒരാൾ മദ്യപിക്കുന്നവരാണെന്ന് ഈ നാട്ടിലെ CPM-കാരല്ലാതെ അവരുടെ ജില്ലാ കമ്മിറ്റി അംഗമല്ലാതെ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? മദ്യപിച്ച് മതോന്മത്തരായി നടക്കുന്ന ആളുകളാണ് ഇവരെന്ന്. പിന്നെ ആരോടാണ് നിങ്ങൾ വന്നതെന്നാണ് പറയുന്നത്? എനിക്കറിയില്ല. ഇവിടെ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് സൂചിപ്പിച്ചതെന്താ? ഞാൻ ആ പേര് പറയുന്നില്ല. അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ പദം, അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാരുടെ അതേ ഭാഷ തന്നെ. ഞാൻ ആ ഭാഷ പറയുന്നില്ല, എനിക്ക് നാണാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ ഭാഷയാണ് ഇവിടുത്തെ നിയമപാലകരെ കുറിച്ച് പറഞ്ഞത്. എന്താ? അദ്ദേഹം ജോലിക്ക് വന്ന ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള അദ്ദേഹത്തിന് നീതി നിർവഹണം നടത്തിയതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്ക എന്താ? ഞാനത് പറയുന്നില്ല. അപ്പോ നീതി നിർവഹണം നടത്തിയാൽ അദ്ദേഹം ഈ പറഞ്ഞ ഭാഷയ്ക്ക് ആളാണ്. നേരെ മറിച്ച് ലോക്കൽ സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞത് എന്താ? ലോക്കൽ സെക്രട്ടറി നേതാവാണ്, ബിജു പി നായർ എന്ന് പറയുന്ന ആളെ അദ്ദേഹം ഇവിടെ മദ്യപിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു വന്ന അദ്ദേഹത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ വലിച്ചടിച്ചു കൊണ്ടുപോയി എന്നാ പറയുന്നത്. ഒരു CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയെ അകാരണമായിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെങ്കിൽ എന്തുകൊണ്ടാ CPM-െ നിങ്ങൾ പിറ്റേ ദിവസം
കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പോലീസ് മാർച്ച് നിങ്ങൾ വെക്കാമായിരുന്നില്ലേ? ഒരു സ്റ്റേഷൻ മാർച്ച് വെക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ടാ? നിങ്ങൾക്കറിയാം, ന്യായീകരിക്കാൻ കഴിയാത്തൊരു തെറ്റാണ് ബിജു പി നായരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇവിടുത്തെ CPM-ന്റെ സുഹൃത്തുക്കൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ഇക്കാര്യത്തെ അംഗീകരിക്കുന്നില്ല. അതാണ് ഇന്നലെ ഇവിടെയുള്ള ആരും പങ്കെടുക്കാതിരുന്നത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ, ഇവിടെ നിന്ന് ഈ പഞ്ചായത്ത് സെക്രട്ടറി മൂക്കിടിച്ച് പാലം തകർത്തതിന് ശേഷം അദ്ദേഹം ചെയ്തത് എന്താ? അവിടെയുള്ള പ്രവർത്തകരെ, വന്ന പ്രവർത്തകരെല്ലാം കൂട്ടി നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഭയങ്കര ഭീകരമായിട്ടുള്ള പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് അറസ്റ്റ് നടന്നത്. അവിടെ വെച്ച് നമ്മളെല്ലാവരും ആട് സിനിമ കണ്ടിട്ടുണ്ട്. ആട്, ആ സിനിമ കണ്ടില്ല, നിങ്ങളൊന്ന് കാണണം. അതിലെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഒരു കാര്യമുണ്ട്, ഞാൻ ഇവിടുന്ന് ഒരു ഇഞ്ച് നീങ്ങൂല എന്ന് പറഞ്ഞ് ബലം പിടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അവസാനം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഈ ബിജു പി നായർ എന്ന് പറയുന്ന ഈ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി CIയുടെ കാലിൽ വീണുകൊണ്ട് പറഞ്ഞു, എന്തു വേണമെങ്കിലും തരാം സാർ, എന്നെ ജയിലിലേക്ക് അയക്കരുത്. ജയിൽ എന്ന് കേട്ടപ്പോ അദ്ദേഹം ആകെ പേടിച്ചു വിറച്ചുപോയി. ഞാൻ എന്തു വേണമെങ്കിലും വെച്ചാ. രണ്ടാമത് പറഞ്ഞ കാര്യമാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്. എനിക്ക് പകരം ഈ കേസിലെ പ്രതിയായിട്ട് മറ്റൊരു സഖാവിനെ തരാം, എനിക്ക് പകരം ജയിലിൽ പോകാനായിട്ട് ഒരു സഖാവിനെ തരാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ബിജു പി നായരുടെ കൂടെ നടന്ന ഗുണ്ടായിസം നടത്തുന്ന, കള്ളു വാങ്ങിച്ച് കഞ്ചാവ് വലിച്ച് നടക്കുന്ന, പ്രത്യേകിച്ച് എന്റെ സഹോദരന്മാരെ നിങ്ങളോടൊന്ന് പറയുക, ഇവനൊക്കെ നിങ്ങളെ കുഴിമാടത്തിൽ അടക്കിയിട്ടേ അടങ്ങുള്ളൂ. അതുകൊണ്ട് ഈ അവസരത്തിൽ ഇവനെയൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നല്ലതാ. മറ്റൊരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ തല്ലിച്ചതച്ചു. ആയിക്കോട്ടെ, ബിജു പി നായരുടെ കൂടെ വന്ന ഗുണ്ടകൾ മുത്തംകുഴിക്കാരല്ല, അരുവപ്പാടത്തു നിന്നുള്ളവർ, ഭൂതത്തങ്കട്ടിൽ നിന്നുള്ളവർ, വടാട്ടുപാറയിൽ നിന്നുള്ളവർ, ഇവരാണ്. ഈ മുത്തംകുടിക്കാരൻ കൂടിയിട്ടില്ല നമ്മുടെ പ്രവർത്തകർ തല്ലാൻ. അങ്ങനെ തല്ലിയവരെയൊക്കെ ഞങ്ങൾ ഏതായാലും തല്ലുകൊണ്ടല്ലോ. നമ്മുടെ റെജി പുലിയുടെ മുഖത്തൊക്കെ ആണെങ്കിൽ ഇത്രയും നീ കൊണ്ട് കറുത്തപാട ഒറ്റയിടി. അപ്പോ ഇങ്ങനെ ഞങ്ങൾ ഏതായാലും തല്ലുകൊണ്ടു. ഞങ്ങള് ഈ പ്രവർത്തകർ ആരൊക്കെയാണ്, ഇവരുടെ കൂടെ വന്ന് തല്ലിയവരാരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ വീടുകളിന്റെ പരിസരത്തൊന്ന് പോയി നോക്കി സുഹൃത്തുക്കളെ. ഒന്നും ചെയ്യാനൊന്നുമല്ല കേട്ടോ, സ്കെച്ചിടാൻ പോയതൊന്നുമല്ല, ഞങ്ങളൊന്ന് പോയി നോക്കി. ഈ ബിജു പി നായരുടെ കൂടെ നടക്കുന്ന ഈ പാവപ്പെട്ട സഖാവിന്റെ വീട് 100 രൂപയ്ക്ക് കിട്ടുന്ന നീലയും പച്ചയും അടങ്ങുന്ന ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റ് വെച്ച് മറച്ച വീട്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവന്റെ, അവനെയാണ് ഈ ബിജു പി നായർ കൊണ്ടു നടന്ന് ഗുണ്ടായിസ് നടത്തുന്നത്. അവന്റെ വീട്ടിൽ 5 പൈസ എടുക്കാനില്ല, 5 പൈസ അവന് കിടക്കാൻ കിടപ്പില്ലാത്ത. ഇവിടെ ബിജു പി നായർ എന്ന് പറയുന്ന വ്യക്തി ഈ നാട്ടുകാരനല്ല, ഈ നാട്ടുകാർക്കറിയാം. ഹൈ റേഞ്ചിൽ നിന്ന് വന്നയാളാണ്. ഇവിടെ വന്ന് 5 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് പെരിയാർ വാലി കനാലിന്റെ പുറംപോക്കിൽ വില കുറഞ്ഞ സ്ഥലം വാങ്ങിച്ച് ഇവിടെ വന്നയാളാണ്. ആ കഥയൊന്നും ബിജു പി നായർ മറക്കരുത്. ഇപ്പോ പണിതിരിക്കുന്ന വീട് 75-80 ലക്ഷം രൂപ വരുന്ന വീടാണ്. 75-80 ലക്ഷം രൂപ വരുന്ന വീട്, അതിനോടനുബന്ധിച്ച കോടികളുടെ ആസ്തി. എന്ത് പണിയാ ഇദ്ദേഹം ചെയ്യുന്നേ നിങ്ങൾക്കറിയാമോ? അറിയാവുന്ന ഒരാൾ എഴുന്നേറ്റ് എന്ന് പറ, ബിജു പി നായർ എന്ത് തൊഴിലാ ചെയ്യുന്നേ? ഞങ്ങളുടെ ആളുകളൊക്കെ പണിയെടുത്ത് ജീവിക്കുന്നവരാ, പണിയെടുക്കുന്നുണ്ട്. റെജി പുലരിക്ക് എന്താ പണിയെന്ന് ഈ നാട്ടുകാർക്കറിയാം. ഈ ബിജു പി നായർക്ക് എന്താ പണി? അപ്പോ അഴിമതി പണം, അത് ഞാൻ അയാളെ കുറ്റം പറയുന്നില്ല കേട്ടോ. അവരുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഒരു പാവപ്പെട്ട തെങ്ങ് കയറ്റക്കാരന്റെ മകന് പൈസയൊക്കെ ഉണ്ടാക്കാം, പണക്കാരനാവാം, രക്ഷപ്പെടാം. പക്ഷേ എന്ത് തൊഴിൽ ചെയ്തിട്ടാണെന്ന് ഈ പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. എന്ത് തൊഴിൽ ചെയ്തിട്ടാ? അതിനെ മാതൃകയാക്കിയാണ് നമ്മുടെ ബിജു പി നായര് കോടികൾ സമ്പാദിച്ചിട്ടുള്ളത്. അങ്ങനെ ബിജു പി നായരെ കോടികൾ സമ്പാദിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ തല്ലാനും കൊല്ലാനും കൊണ്ടു നടക്കുന്ന ഈ പാവപ്പെട്ട ചെറുപ്പക്കാരുണ്ടല്ലോ, അവർക്ക് കൂടി എന്തെങ്കിലും കൊടുക്കണവേ. അവർക്കൊരു വീട് വെക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്ക്. അത് വേണ്ടേ? അല്ലാതെ ഇവർക്ക് ഈ പാർട്ടിക്ക് വേണ്ടി കൊല്ലാൻ മാത്രം എന്തിനു വേണ്ടി നിങ്ങൾ കൊണ്ടു നടക്കുന്നു? അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഈ കപട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയത്തെ നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട്
പിണ്ടിമന മുത്തങ്കുഴി പഞ്ചായത്തിനെ യുദ്ധക്കളമാക്കുന്ന RSS ഗുണ്ടകളെ തിരിച്ചറിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്നുണ്ടല്ലോ. ഇടുന്നുണ്ട്. നിങ്ങളോട് വെല്ലുവിളിച്ചൊരു കാര്യം സൂചിപ്പിക്കുക. നിങ്ങൾ ഇട്ടിരിക്കുന്ന RSS ഗുണ്ടകൾ, BJP ഗുണ്ടകൾ എന്ന് പറയുന്ന ആളുകൾ ഈ കോതമംഗലം പോലീസ് സ്റ്റേഷനിലെ ഒരു പെറ്റി കേസ് നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഒരു പെറ്റി കേസിലെ പ്രതിയാണോ? ആരോ നിങ്ങൾ പറ്റിക്കുന്നേ? നിങ്ങൾക്ക് ഇതൊന്നും പറ്റിക്കൽ നടക്കില്ല. പക്ഷേ നിങ്ങളുടെ കേസിന്റെ ഹിസ്റ്ററി ഞങ്ങളൊന്ന് പരിശോധിച്ചാൽ ബിജു പി നായരെ അവസാനത്തെ ഇപ്പോൾ ഞാനൊന്ന് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. നിങ്ങളെ കാപ്പ ചുമത്തന്റെ ആളാ, കാപ്പ ചുമത്തന്റെ ഒട്ടനവധി കേസിലെ പ്രതിയാ ഈ കോതമംഗലം സ്റ്റേഷനിൽ. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഈ മുത്തംകുഴി പഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്. ആ UDFന്റെ ഭരണസമിതി ഇരിക്കുമ്പോഴാണ് ആ പഞ്ചായത്തില് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ മർദ്ദിച്ചത്. എന്ത് നിലപാടാണ് UDFനുള്ളത്? നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടോ? നിങ്ങൾ അതിൽ അപലപിക്കുന്നുണ്ടോ? ഇതുവരെ യാതൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. ഇവരെ ഇടതുപക്ഷ വലതുപക്ഷ കൂട്ടായ്മയുടെ കൂട്ടുകെട്ടിന്റെ ഒരു തെളിവാണ് ഈ കാണുന്നത്. ഇവിടെ മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജെയ്സൺ ഡാനിയൽ, നിങ്ങൾക്കറിയാമല്ലോ. ഈ ജെയ്സൺ ഡാനിയലിനെ ഈ പഞ്ചായത്തിന്റെ മുന്നിൽ വെച്ച് ബിസ്ലരി വാട്ടറിന്റെ കുപ്പി കൊണ്ട് ചെവിടിനടിച്ചത് ആരാ? ഓർമ്മയുള്ളവർക്കറിയാം. ബിജു പി നായര. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ബ്ലോക്ക് മെമ്പർ സണ്ണി, അദ്ദേഹത്തെ തല്ലിയതാരാ? ഇതൊക്കെ തല്ലിയത് ഈ ബിജു പി നായർ തന്നെയാണ്. അപ്പോ അതുകൊണ്ട് ഈ കോൺഗ്രസുകാരന്റെ നിലപാട് എന്താണെന്ന് അറിയാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് താല്പര്യമുണ്ട്. നിങ്ങളുടെ അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ചെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം കൂടി വ്യക്തമാക്കാം. ഈ പിണ്ടിമനയുടെ മണ്ണിൽ നിന്ന് ഈ ഇടതുപക്ഷത്തെ ഈ ഗുണ്ടായുസം നടത്തുന്ന ലോക്കൽ സെക്രട്ടറിയെ ഇവിടുത്തെ CPMനെ തൂത്തെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഹർത്താൽ വിരുദ്ധ പഞ്ചായത്ത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടുത്തെ BDJSന്റെ ഒരു നേതാവിന്റെ കടയിലെ പഴക്കൊലയടക്കം എടുത്തെറിഞ്ഞ് തല്ലിപ്പൊളിച്ച് അദ്ദേഹത്തെയും തല്ലിക്കൊണ്ടാണ് ഇവിടുത്തെ ഹർത്താൽ വിരുദ്ധ പഞ്ചായത്ത് എന്നുള്ളത് പൊളിച്ചു കളഞ്ഞത്. അതുകൊണ്ട് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചേർന്നുകൊണ്ട് ഈ നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധിക്കാൻ തയ്യാറാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ടവരെ, നമ്മൾ ഇന്ന് നമ്മളെല്ലാം നമ്മുടെ അതിർത്തിയിൽ നമ്മളെല്ലാം സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു വിശിഷ്ട വ്യക്തിയുണ്ട് ഇവിടെ പട്ടാളത്തിൽ. ഏതാണ്ട് 23 വർഷം സർവീസ് നടത്തിയ അദ്ദേഹത്തെ നമ്മൾ ഇന്നിവിടെ ആദരിക്കുകയാണ്. അദ്ദേഹത്തിന് കിട്ടിയത് രാഷ്ട്രപതിയുടെ 2000 കിട്ടിയ മെഡലുമായാണ് അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടുള്ളത്. ശ്രീ ഉണ്ണികൃഷ്ണൻ MP, ഡെപ്യൂട്ടി ASO, പാരാമിലിറ്ററി റിട്ടയർഡാണ്. അദ്ദേഹത്തെ ഇവിടേക്ക് ഷാള് ആദരം ഏറ്റുവാങ്ങുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. ആദരിക്കുന്ന ആള് നമ്മുടെ ബഹുമാനായ സംസ്ഥാന സെക്രട്ടറി ശ്രീ സുരേഷ് സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ BJPയുടെ സംസ്ഥാന സെക്രട്ടറി സുരേഷ് ചേട്ടനും എറണാകുളം ജില്ലയുടെ സംസ്ഥാന പ്രസിഡന്റ് ജയൻ ചേട്ടനും പിന്നെ എറണാകുളം സെക്രട്ടറി നടരാജൻ